السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലിരിക്കുന്ന ആദരണീയരായ ഈ ആദർശ പ്രബോധന കൂട്ടായ്മയുടെ നേതാക്കന്മാരെ, ഖുർആൻ ഹദീസ് പഠന സംരംഭത്തിൻ്റെ ഈ വർഷത്തെ സംസ്ഥാന സംഗമത്തിൻ്റെ ഒരു പ്രത്യേകമായ ആളുകളെ വിളിച്ചു ചേർത്ത് അതിൻ്റെ ഒരു പ്രഖ്യാപന സമ്മേളനം തലശ്ശേരിയിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. പരമകാരുണ്യകനായ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സമ്മേളനത്തിലെ പ്രഖ്യാപന സമ്മേളനത്തിലെ സമാപന സംരംഭത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. കുറേ വിഷയങ്ങൾ ഗൗരവമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയും നമ്മൾ കേൾക്കുകയുമുണ്ടായി. അതീവ ശ്രദ്ധയും ജാഗ്രതയും നിലനിർത്തേണ്ട ഒരു വിഷയത്തെയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ വിസ്മയിപ്പിക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ്. അഥവാ ഖുർആനുമായി അടുക്കുംതോറും വിസ്മയം കൂറുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും ആ ഗ്രന്ഥത്തെക്കുറിച്ച് എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അത്ഭുതങ്ങൾ ഓരോ ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടേ പോവുകയാണ്. എന്താണ് വിശുദ്ധ ഖുർആനെന്നും ലോകത്തിലെ ഒരുപാട് മതഗ്രന്ഥങ്ങളുടെയും മനുഷ്യരചനകളുടെയും ഒക്കെ ഇടയിൽ ഖുർആനിനുള്ള സ്ഥാനം എന്താണെന്നും ശാന്തമായ ഒരു ചർച്ചയാണ് വളരെ പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആത്യന്തികമായി മാനവ സമൂഹത്തെ സൂക്ഷ്മജീവിതം നയിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ജീവിതത്തിലുടനീളമുള്ള സമഗ്രമായ സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഒടുവിലത്തെ ദൈവിക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എന്നാൽ എന്തുകൊണ്ട് ആ ഗ്രന്ഥം വിസ്മയകരമായ ഒരു ഗ്രന്ഥമായി തീരുന്നു? അതിന് പല കാരണങ്ങളുണ്ട്. ഒരാളുടെ രചന ലോകത്ത് സവിശേഷമായ ചർച്ചയാകുന്നത് എപ്പോഴാണ്? ഒരു വേദഗ്രന്ഥം ലോകത്ത് അത്ഭുതകരമായി തീരുന്നത് എന്തൊക്കെ കാരണങ്ങളെ കൊണ്ടാണ്? ഒന്ന്, ആ ഗ്രന്ഥം ഏറ്റവും പ്രായോഗികമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്നുള്ളതാണ് ആ ഗ്രന്ഥത്തെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്ന്.
രണ്ട്, ആ ഗ്രന്ഥം സമ്പൂർണമായി മാനവ സമൂഹത്തിന് മാർഗദർശനം നൽകാൻ കെൽപ്പുള്ളതായിരിക്കണം എന്നതാണ് രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. മൂന്നാമതായി അതിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാകാൻ പാടില്ല, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനമായ മറ്റൊരു വശം. ആധുനികമായ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് എതിരായി അല്ലെങ്കിൽ പടച്ചതമ്പുരാൻ്റെതല്ല, പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യൻ്റെതാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ ആ ഗ്രന്ഥത്തിൽ വരാവതല്ല. അതാണ് ആ ഗ്രന്ഥത്തിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ആ ഗ്രന്ഥം അവതരിപ്പിക്കുന്ന ധാർമ്മിക പദ്ധതി എന്നത് കടയറ്റതാകണം എന്നതാണ് മറ്റൊരു സവിശേഷമായി ആ ഗ്രന്ഥത്തെ വിസ്മയകരമായി തീർക്കുന്ന മറ്റൊരു വസ്തുത. ഇങ്ങനെ ഏത് കോണിലൂടെ വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളിലേക്ക് സാധാരണക്കാരെയും അല്ലാത്തവരെയും നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ട് എന്നതിലാണ് ഞാൻ തുടക്കത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ ഒരു ജനതയുടെ സ്വഭാവത്തെ കുറിച്ച് പറയാം. ഞാനൊരു ഉദാഹരണം പറയാം. ജൂതന്മാരുടെ സ്വഭാവത്തെ സംബന്ധിച്ച്, അവരുടെ ജീവിത നിലപാടുകളെ സംബന്ധിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രന്ഥം പറയുകയും 1400 വർഷം കഴിഞ്ഞിട്ടും ആ ഗ്രന്ഥം പറഞ്ഞതുപോലെ ഒരു വ്യത്യാസവുമില്ലാതെ അവരുടെ സ്വഭാവം തുടരുന്നുവെങ്കിൽ എന്തത് തെളിയിക്കുന്നു എന്ന് ഗൗരവമായ ഒരു ചിന്ത അനിവാര്യമാണ് ഇവിടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് വിശുദ്ധ ഖുർആനിൽ ജൂതന്മാരുടെ ചില സ്വഭാവങ്ങൾ പറയും, അവരുടെ ജീവിതത്തോടുള്ള വീക്ഷണങ്ങൾ പറയും. മദീന കാലഘട്ടത്തിൽ അവതരിച്ച വിശുദ്ധ ഖുർആനിൽ മക്കീയായ സൂറകളിലും മദീനയായ സൂറകളിലും ഓരോ ജനതയുടെ സംസ്കാരത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് ഖുർആൻ. ജൂതന്മാരെ സംബന്ധിച്ച് ഇപ്പൊ നമുക്കറിയാം, ഗാസയിൽ സെല്ലാക്രമണവും ബോംബാക്രമണവും എന്നുവേണ്ട ആധുനികമായ യുദ്ധരംഗത്ത് ഉപയോഗിക്കാവുന്ന എല്ലാ സംഗതികളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനതയെ നിഷ്കാസിതമാക്കാനുള്ള സംഘടിതമായ ശ്രമമുണ്ടായി. പല രാജ്യങ്ങളും അതിനോട് ഉള്ളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പല രാജ്യങ്ങളും പ്രകടമായി അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മൾക്ക് മനസ്സിലാക്കി. ജൂതന്മാർക്ക് മുസ്ലിങ്ങളോടുള്ള സമീപനത്തെ കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു, ലോകത്ത് മുസ്ലിമീങ്ങളോട് ഏറ്റവും വലിയ ശത്രുത അത് ജൂതന്മാർക്കായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നിങ്ങളോട് ഏറ്റവും വലിയ ശത്രുത ജൂതന്മാർക്കായിരിക്കും. ഒരിക്കലും അടങ്ങാത്ത കുടിപ്പകയുടെ വക്താക്കളായി ജൂതന്മാരെ ലോകത്ത് നിങ്ങൾക്ക് കാണാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. 1400 വർഷത്തിന്റെ ജൂത മുസ്ലിം ചരിത്രത്തെ കുറിച്ച് പരിശോധിച്ചാൽ അള്ളാഹു പറഞ്ഞ ആ കാര്യം അച്ചട്ട് ഇന്ന് ഞാൻ ഈ നിൽക്കുന്ന നിമിഷം വരെ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ജൂതന്റെ ശത്രുത നുരഞ്ഞു പൊന്തി ഇസ്ലാമിക ലോകത്തിനെതിരെയുള്ള അജണ്ടകൾ സംഘടിപ്പിച്ചും തയ്യാറാക്കിയും അതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയും കമ്മ്യൂണിക്കേഷൻ ലോകത്ത് അതിന്റെ മാസ്റ്റർ ബ്രെയിനുകളായി ജീവിക്കുന്ന ജൂതന്മാരുടെ മനസ്സ് ഇസ്ലാമിന്റെ നിഷ്കാസിതമായ അവസ്ഥയെക്കുറിച്ചും മുസ്ലിം സമൂഹത്തിന്റെ സമൂലമായ ഉന്മൂലനത്തെ സംബന്ധിച്ചുമുള്ള ശത്രുതയിൽ അധിഷ്ഠിതമായ ചിന്തക്ക് ഒരു മാറ്റവും 1400 വർഷം പിന്നിട്ടിട്ടും ഉണ്ടായിട്ടില്ല എന്നത് ഗൗരവകരമായ ഒരു ജനതയുടെ മനോഗതത്തെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ അപഗ്രഥനാത്മകമായ അഥവാ സർവശക്തനായ പടച്ചവനിൽ നിന്നാണ് ഈ ഖുർആൻ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവിൽ ഒരു തെളിവായി നമ്മൾ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഒരു ജനതയുടെ സ്വഭാവം കാലാന്തരേണ കൊണ്ടും കൊടുത്തും ഗവൺടേക്ക് പോളിസി സ്വീകരിക്കുമ്പോൾ മാറ്റമുണ്ടായേക്കാം. പക്ഷെ ജൂതന്റെ പൊതു സ്വഭാവം ജീവിതത്തിൽ ഒരിക്കലും മാറ്റമില്ലാതെ തുടരുന്നു എന്നത് എത്ര കാലം കഴിഞ്ഞാലും അവന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയാവുന്ന ഒരാൾക്കല്ലാതെ അങ്ങനെ പറയാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലല്ല ജൂതന്റെ ഈ ശത്രുത. എക്കാലഘട്ടങ്ങളിലും ലോകം അവസാനിക്കുന്നത് വരെ ജൂതന്റെ ശ്രമങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന വസ്തുത നമ്മൾ വിലയിരുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ജൂതനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മുസ്ലിമീങ്ങളോടുള്ള ശത്രുതയുടെ കാര്യത്തിൽ ജൂതനെ കവിച്ചു വെക്കുന്ന മറ്റൊരു ജനത ലോകത്തുണ്ടായിട്ടില്ല. നിങ്ങളോട് മൃദുല സ്വഭാവനം സ്വീകരിക്കുന്നവരിൽ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് കാണാം.
അവരിൽ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഉണ്ട് എന്നതാണ് അതിന് കാരണം എന്ന് പറയുമ്പോഴും ആ വസ്തുതയും അതുപോലെ തുടരുകയും ലോകത്ത് അത് നിലനിൽക്കുകയും ചെയ്യുന്നു എന്നത് നമ്മൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ആ ഗ്രന്ഥം പഞ്ചേന്ദ്രിയ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യന് പറയാൻ കഴിയാത്ത ആ സർവശക്തനായ പടച്ചതമ്പുരാനും മാത്രം മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ചും അതിന്റെ ചിന്തകളെക്കുറിച്ചും അറിയുന്ന പടച്ചവനെ മാത്രം പറയാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഒന്നായാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. രണ്ടാമത്തത്, അള്ളാഹു സൂറത്ത് ബഖറയുടെ 90-ന് ശേഷം 80-കൾക്ക് ശേഷം ഖുർആനിന്റെ ബഖറയുടെ 80-കൾക്ക് ശേഷം 80-ാമത്തെ വചനം മുതൽ ജൂതന്മാരുടെയും നസാറാക്കളുടെയും വാദമുഖങ്ങളെയും അവരുടെ സമീപനങ്ങളെയും ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ സമഗ്രമായ പഠനങ്ങൾക്ക് നമ്മൾ ആ വാചകത്തെ വിധേയമാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 1000 കൊല്ലം ജീവിക്കാനുള്ള മോഹമാണ് ഒരു ജൂതൻ ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. 1000 കൊല്ലം ജീവിക്കണം എന്ന മോഹം ഭൗതിക ലോകത്തോട്. അതുകൊണ്ടാണ് 100 ഗാസയിലെ മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടാൽ അതിന് പകരമായ ഒരു ജൂതനെങ്ങാനും മരിച്ചാൽ അത് താങ്ങാനുള്ള കരുത്ത് ജൂതന്മാർക്കില്ല. ഒരു മനുഷ്യന്റെ നാശം പോലും 1000 മുസ്ലിമീങ്ങൾക്ക് തുല്യമായി ജൂതൻ കാണുന്നു എന്ന് ആധുനിക ലോകത്തെ യുദ്ധത്തെക്കുറിച്ചും ജൂതന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചും അവന്റെ സമീപനങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുള്ള ആളുകൾ പറയുന്നത് ജൂതനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ദുനിയാവിനോട് ഏറ്റവും വലിയ ആർത്തിയുള്ളവരായി നിങ്ങൾക്ക് ജൂതന്മാരെ കാണാം. പിന്നെ ബൗദ്ധൈവ വിശ്വാസികളെക്കാളും നിങ്ങൾക്ക് ജൂതന്മാരെ കാണാം എന്ന അള്ളാഹുവിന്റെ പരാമർശം ജൂതന്റെ സ്വഭാവത്തെ, സംസ്കാരത്തെ, സമീപനത്തെ, ആധുനിക ലോകത്തിൽ അവന്റെ ഇടപെടലുകളെ, അവന്റെ അംബീഷൻസുകളെ വിലയിരുത്തുമ്പോൾ ലോകത്ത് അത് അതേപോലെ തുടരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിത് വേറിട്ട് നമ്മുടെ ഏതൊരു വിഷയത്തെയും സമീപിക്കുമ്പോൾ അതിന്റെ സമ്പൂർണമായ ചുരുങ്ങിയ സമയം കൊണ്ട് ഖുർആൻ എന്ന വിസ്മയകരമായ ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ വായിക്കും തോറും നമുക്കുണ്ടാകുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഖുർആൻ അപാരമാണ്, അത്ഭുതകരമാണ്. അതിന്റെ മൊറാലിറ്റി അത്ഭുതകരമാണ്, അതിന്റെ ജീവിത വീക്ഷണം അത്ഭുതകരമാണ്. മുസ്ലിമായ എനിക്ക് പോലും അങ്ങനെയാകാൻ കഴിയുന്നില്ലല്ലോ. അതായത് ഖുർആനിനെ കുറിച്ച് എന്നും മതിപ്പാണ് നമുക്ക്, ഖുർആനിനെ കുറിച്ച് എന്നും നമുക്ക് മതിപ്പാണ്. ഖുർആനിലെ ഏതെങ്കിലും ഒരു വാചകം, ഒരു വ്യക്തിയെ കുറിച്ച് നാം നല്ലത് കരുതുന്നു, അയാളിൽ നിന്ന് ചീത്തയായ ഒരു പ്രവൃത്തി നമുക്ക് അനുഭവപ്പെടുമ്പോൾ അയാളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക്, സമീപനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. അറിയുന്തോറും അടുക്കുന്തോറും അത്ഭുതകരമാണ് ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത. ആരാണ് പെണ്ണ്? സമഗ്രമാണ് ഖുർആനിന്റെ കാഴ്ചപ്പാട്. ആരാണ് പുരുഷൻ? സമഗ്രമാണ് ഖുർആനിന്റെ കാഴ്ചപ്പാട്. എന്താണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? സമഗ്രമാണ് ഖുർആനിന്റെ കാഴ്ചപ്പാട്. അതിന് മുകളിലുള്ള ഒരാശയത്തെ ലോകത്ത് ഇന്ന് വരെ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അറിയാതെ ലോകം ഇസ്ലാമിന്റെ ആശയങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. പെണ്ണിന്റെ വേഷം കെട്ടുന്ന ആണിനെയും ആണിന്റെ വേഷം കെട്ടുന്ന പെണ്ണിനെയും ശപിച്ചിരിക്കുന്നു എന്ന ഇസ്ലാമിന്റെ പരാമർശം, അല്ലെങ്കിൽ അത് പാടില്ലെന്ന ഇസ്ലാമിന്റെ പരാമർശം എന്തുകൊണ്ടുണ്ടായി? അഥവാ അത്തരം വേഷവിധാനങ്ങൾ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ചിന്തകളെ അറിയാവുന്ന പടച്ചതമ്പുരാൻ പുരുഷനെ സൃഷ്ടിച്ച സ്ത്രീയുടെ വേഷത്തിൽ അവൾ ഇന്നെന്ന രൂപം പ്രാപിച്ചാൽ ഉണ്ടാകാവുന്ന സാമൂഹികമായ, മാനസികമായ, ശാരീരികമായ, സാമൂഹികമായി ഉണ്ടാകുന്ന ഏതേത് ആന്തോളനങ്ങളെയും ഇടപെടലുകളെയും മാറ്റങ്ങളെയും അറിയുന്ന പടച്ചതമ്പുരാൻ പറയുന്നു, പെണ്ണെ നീ ഇന്നെന്ന വേഷം ധരിക്കണം. ഇസ്ലാമിന്റെ ഡ്രസ് കോഡ് ലോകത്തേത് കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഇസ്ലാമിന്റെ ഡ്രസ് കോഡ് മനഃശാസ്ത്രപരമായി, സമ്പൂർണമായ മനഃശാസ്ത്രപരമായ ഒരു സമീപനമുണ്ട് വിശുദ്ധ ഖുർആനിന്. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ എന്തൊരു കാര്യം വെച്ചിട്ടുണ്ടോ അതിനപ്പുറത്തേക്ക് ഒരാശയത്തെ ലോകത്തിന് നോക്കിക്കാണാനില്ല. അതിനേക്കാൾ ബെറ്ററായ ഒന്നിനെ അവതരിപ്പിക്കാനില്ല. അതുകൊണ്ടാണ് യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. എല്ലാ ദർശനങ്ങളെയും അതിജയിക്കുന്ന, എല്ലാ സിദ്ധാന്തങ്ങളെയും, എല്ലാ കാഴ്ചപ്പാടുകളെയും അതിജയിക്കുന്ന ഒരു ഇസ്ലാം, ഒരു മതം, ഒരു ഗ്രന്ഥം, അത് വിശുദ്ധ ഖുർആനിന്റെയും ഖുർആൻ ഉൾക്കൊള്ളുന്ന
ആ ആശയ വൈപുല്യതകളുടെയും പ്രത്യേകതയാണ്. എന്ത് കാര്യം നിങ്ങൾ എടുത്തോളൂ, വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങളിൽ, വിശുദ്ധ ഖുർആനിന്റെ തുടക്കങ്ങളിൽ, വിശുദ്ധ ഖുർആനിന്റെ ഒടുക്കങ്ങളിൽ വ്യത്യസ്ത അർത്ഥം, പക്ഷേ ശബ്ദങ്ങളെല്ലാം ഒന്ന്. എന്തൊക്കെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ വായിച്ചോളൂ. ഓരോ അധ്യായം അതിന്റെ അവസാനം എടുത്തു നോക്കൂ. ഏതും വസ്സമാഇ ദാത്തിൽ ബുറൂജ് അല്ലേ, വസ്സമാഇ ദാത്തിൽ ബുറൂജ്, എന്തൊക്കെ ഓരോ വാചകങ്ങൾ അതിന്റെ അവസാനം ആ അധ്യായം ഇങ്ങനെ പരിശോധിച്ചോളൂ. അൽഹാഖത്തു മൽഹാഖ വമാ അദ്റാക മൽഹാഖ, എല്ലാം അവിടെ അവസാനിക്കുകയാണ്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. അങ്ങനെ ഓരോ അക്ഷരങ്ങളിൽ വ്യത്യസ്താർത്ഥങ്ങളിൽ ഖുർആനിന്റെ അവസാന അക്ഷരങ്ങൾ പോലും അത്ഭുതം കൊണ്ട് മനുഷ്യനെ ചിന്തയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ള ഗ്രന്ഥമാണ്. അല്ലാഹുവിങ്കൽ നിന്നുള്ള ഗ്രന്ഥമാണ്. ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനായ, അനുപമനായ, അപ്രാപ്യനായ, പ്രപഞ്ചാതീതനായ, അളവറ്റ ദയാപരനായ, സർവ ബ്രഹ്മാണ്ടങ്ങളുടെയും സംരക്ഷകനായ, അതിന്റെ നിയന്താവായ ലോകത്തിന്റെ നാഥനിൽ നിന്ന് മാനവരാശിക്ക് ഇതപര്യന്തമുള്ള ചരിത്രങ്ങളിൽ സകല വേദഗ്രന്ഥങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന മുഹൈമിനായി, മോഡറേറ്ററായി വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു എന്നത് അതിന്റെ അത്ഭുതകരമാണ്. ലോകത്തിലെ സകല വേദങ്ങളുടെയും നന്മകളെ, ലോകത്തിന്റെ സകല വേദങ്ങളുടെയും മാർഗദർശനങ്ങളെ ഒന്നിച്ചുൾക്കൊണ്ട ഗ്രന്ഥം ഏതെന്ന ചോദ്യത്തിന് ഖുർആൻ ഈസാ നബിക്ക് അവതരിപ്പിച്ച ഇഞ്ചീലിന്റെ ആശയങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എവിടെ? ഇഞ്ചീലിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായി എന്നതിൽ യാതൊരു സംശയവുമില്ല. അഥവാ അള്ളാഹു ഉത്തരവാദിച്ച മേൽപ്പിച്ച ഒരു ജനത ആ വേദഗ്രന്ഥത്തിൽ കൈകടത്തലുകൾ ഉണ്ടാക്കി. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. സൂറത്ത് ബഖറ 79-ാമത്തെ വചനം. സ്വന്തം കൈകൊണ്ട് ഗ്രന്ഥമെഴുതി പടച്ചോണ്ടതാന്ന് പറഞ്ഞ് അതിലെ മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായി. ഇനി ഞാൻ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. സബൂർ, തൗറാത്ത്, ഇതെല്ലാം ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദം വനൂർ. സൂറത്ത് മാഇദയിലെ 44-ാമത്തെ വചനമാണ്. ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദം വനൂർ. തൗറാത്തിൽ മാർഗദർശനമുണ്ട്, വെളിച്ചമുണ്ട്. ഇഞ്ചീലിൽ മാർഗദർശനമുണ്ട്, വെളിച്ചമുണ്ട്. 54-ാമത്തെ വചനം സൂറത്ത് മാഇദ തന്നെ ഉണ്ട്. എന്നിട്ടും എന്ത് സംഭവിച്ചു? അതിന് മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ വേദത്താളുകൾ സ്ഖലിതങ്ങൾ ഉണ്ടായി. മാനവരാശിക്ക് ഒരിക്കലും സ്വീകാര്യമല്ലാത്ത ആശയങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ട്? പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യർ അള്ളാഹുവിന്റെ വചനം എന്ന വ്യാജേനെ അവരുടെ വാചകങ്ങളെ തിരികെ കയറ്റി. ഇനി എന്താണ് ഈസാ നബി പഠിപ്പിച്ചത്? ഈസാ നബിയിലൂടെ അള്ളാഹ് അവതരിപ്പിച്ച ഇഞ്ചീലിൽ എന്തായിരുന്നു? അത് സമ്പൂർണമായി അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനിലുണ്ട്. തൗറാത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് മാനവരാശിക്ക് പഠിപ്പിക്കാൻ പറഞ്ഞ ആശയങ്ങളുടെ സമ്പൂർണമായ ആശയം ഉൾക്കൊള്ളുന്ന വാചകം തൗറാത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെ? അള്ളാഹുവിന്റെ ഖുർആനിൽ. സബൂർ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെ? അള്ളാഹുവിന്റെ ഖുർആനിൽ. സുഹഫി ഇബ്രാഹീമ വ മൂസ എന്ന 88-ാം അധ്യായം 19-ാമത്തെ വചനത്തിലെ ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ട 7 സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സമ്പൂർണമായി. എവിടെ? വിശുദ്ധ ഖുർആനിൽ. അഥവാ വിശുദ്ധ ഖുർആനിനെ അംഗീകരിച്ചാൽ ലോകത്ത് പടച്ചോൻ അവതരിപ്പിച്ച മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് ചുരുക്കം. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അമന്നാ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും. നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അത് രണ്ടും അവതരിപ്പിച്ചത് ലോകത്തിന്റെ നാഥനാണ്. ഇലാഹുനാ ഇലാഹുക്കും വാഹിദ്. നിങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ ആരാധനയും രണ്ടല്ല, ഒന്നാണ്. ഒന്നാണ് എന്ന ആശയമാണ് സൂറത്ത് ആൽ ഇംറാനിലെ 64-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. വിശുദ്ധ ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. വല്ലാത്തൊരു ചോദ്യമാണ്. 40-ാം അധ്യായം സൂറത്ത് മുഹമ്മദ്. സൂറത്ത് മുഹമ്മദിലെ
24-ാമത്തെ വചനത്തിൽ അല്ലാഹു ചോദിക്കും, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എന്താ അവർ ഖുർആനിനെ കുറിച്ച് ആലോചിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? എന്താണ് അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? വിശുദ്ധ ഖുർആനിനെ കുറിച്ച് എന്താണ് അവർ ചിന്തിക്കാത്തത്? വല്ലാത്തൊരു ചോദ്യമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ് ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറ. സൂറത്ത് നിസായിലെ 82-ാമത്തെ വചനമാണ്. ആ ഖുർആൻ എങ്ങാനും മനുഷ്യകരങ്ങളാൽ വിരചിതമായിരുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല. ഒരു വൈരുദ്ധ്യം അല്ല. ഏറ്റവും വലിയ അത്ഭുതം എന്താ? വൈരുദ്ധ്യം എന്ന് പറയും ഒരു അത്ഭുതം ഞാൻ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ വജഅല ശംസ ഫീ ഇന്ന നൂറൻ വജഅല ശംസ സിറാജ, 71-ാം അധ്യായം 16-ാമത്തെ വചനമാണ്. സൂറത്ത് നൂഹിൽ വന്നിട്ടുള്ള ഒരു വാചകമാണ്. അതിന് തുല്യമായ വാചകം പല സ്ഥലങ്ങളിലുമുണ്ട്. വജഅലൽ ഖമറ ഫീ ഇന്ന നൂറൻ വജഅല ശംസ സിറാജ എന്ന് പറഞ്ഞു. സൂര്യൻ വിളക്കും ചന്ദ്രൻ പ്രകാശവുമാണ്. ഖുർആനിൽ ഒരിടത്ത് പോലും ചന്ദ്രനെ പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞില്ല, അഥവാ വിളക്ക് എന്ന് പറഞ്ഞില്ല. സൂര്യനെ പ്രകാശിക്കുന്നു പറഞ്ഞില്ല, വിളക്ക് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ ഇത് പറയുന്ന കാലത്ത് വജഅലൽ ഖമറ ഫീ ഇന്ന നൂറൻ വജഅല ശംസ സിറാജ എന്ന് നൂഹ് നബി പറയും. നമ്മൾ സാധാരണ പറയൽ എന്താ? പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അക്കാലത്ത് പറഞ്ഞു എന്നാ ആളുകൾ അല്ല. ഒരു പ്രവാചകൻ പോലും ശാസ്ത്രീയമായ ഒരു സത്യം മുന്നിൽ വെച്ചായിരുന്നു ദൈവത്തിലെത്തിയത്. 71-ാം അധ്യായം സൂറത്ത് നൂഹിലെ 28 ആയത്ത്, അതിലെ 16-ാമത്തെ ആയത്ത് എന്താ പറയുന്നത്? അതിലെ 16-ാമത്തെ ആയത്ത് ഖുർആൻ പറയ സൂര്യൻ ഒരു വിളക്കും ചന്ദ്രൻ ഒരു പ്രകാശവുമാണ്. അഥവാ മനുഷ്യ തുടക്കത്തിൽ തന്നെ ഒരു പ്രവാചകൻ അല്ലാഹു തിരഞ്ഞെടുത്തപ്പോ അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ പോലും എന്തുണ്ടായില്ല? ചന്ദ്രനെ കുറിച്ചുള്ള പരാമർശവും സൂര്യനെ കുറിച്ചുള്ള പരാമർശവും ആധുനിക സയൻസ് എന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ നമ്മളോട് പറഞ്ഞു തരുന്നത് നൂഹ് നബിയുടെ കാലത്ത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമായിരുന്നു. സൂര്യനിൽ നിന്ന് പ്രകാശമേറ്റ് പ്രതിപ്രകാശിക്കുന്ന സംഭവമാണ് ചന്ദ്രൻ എന്നത് നൂഹ് നബിയുടെ ദഅവത്ത് കാലത്ത് നൂഹ് നബിയുടെ ചോദ്യത്തിൽ അന്തർലീനമായിട്ടുണ്ടെങ്കിൽ ഏത് കാലം മുതൽ നമുക്കറിയാം നമ്മുടെ സൗരയൂഥത്തിൽ നമ്മുടെ ചന്ദ്രന് തുല്യമായി 60 ചന്ദ്രനുണ്ട് എന്നാണ് ആധുനിക സയൻസ് ഇപ്പോഴെത്തി നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം എന്താണ്? അനവധി സൂര്യൻ, അനവധി ചന്ദ്രൻ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിന്റെ കണിശമായ സൂക്ഷ്മമായ ഈ പ്രപഞ്ചത്തെ കുറിച്ചറിയുന്ന നാഥനിൽ നിന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത എന്ന് പറയുന്നത് അതിന്റെ ചരിത്രപരമായ പരാമർശങ്ങളിൽ പോലും അന്തർലീനമാണ്. വിശുദ്ധ ഖുർആനിന്റെ ചരിത്രപരമായ പരാമർശങ്ങൾ നോഹ പ്രവാചകന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ, അല്ലെ നമുക്കറിയാം അറാറത്ത് പർവ്വതനിരകളിലെ ജൂദിയിൽ അഥവാ തുർക്കിയിൽ 54-ാം അധ്യായം 15-ാമത്തെ വാചകത്തിൽ പറയുന്ന ആ കപ്പലിന്റെ അവശിഷ്ടം ഇന്ന് ലോകത്ത് കണ്ടെത്തുകയും തുർക്കിയിൽ ആ സ്ഥാനം മനുഷ്യർ നിർണയിക്കുകയും ചെയ്തതായി ഇന്ന് രേഖപ്പെടുത്തപ്പെടുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ആ ആദ്യ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ചരിത്രത്തെ കുറിച്ച് പറയുന്ന ഒരു കപ്പലിനെ കുറിച്ചുള്ള പരാമർശവും അതിന്റെ അവശിഷ്ടവും അത് ചെന്നു ചേർന്ന സ്ഥലവും ശാസ്ത്രം ഇന്ന് ബോധ്യപ്പെടുകയും ചരിത്രകാരന്മാർ ഗവേഷകന്മാർ ആ പ്രദേശത്തെ പ്രത്യേകമായി അടയാളപ്പെടുത്തുകയും ചെയ്തതായി നമ്മളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. യാതൊരു മാറ്റവുമില്ലാതെ 7 തൂണുകളെ കുറിച്ച് 89-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയും. ഒമാനിൽ ഈ 7 തൂണുകൾ കണ്ടെത്തുകയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ച 7 തൂണുകളിലേക്ക് 89-ാം അധ്യായം 9-ാമത്തെ വചനത്തിലും 15-ാം അധ്യായം 82-ാമത്തെ വചനത്തിലും ഗുഹാഭവനങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്. സൗദി അറേബ്യയിലെ ഗുഹാഭവനങ്ങൾ ഒരു തലമുറയുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ഈ പരാമർശവും ഇന്നും ആ കണ്ണുള്ളവർക്ക് കാണാൻ സൂറത്ത് ഹജ്ജിലെ 22-ാം അധ്യായത്തിലെ 46-ാമത്തെ വചനത്തിൽ പറഞ്ഞ പോലെ അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു ഹൃദയത്തെ, ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഹൃദയത്തെ, കണ്ടെത്താൻ കഴിയുന്ന ഒരു കണ്ണിനെ, കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാതിനെ അല്ലാഹുവോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചത്? അവരുടെ ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചത് എന്ന് അല്ലാഹുവോട് പറയുകയാണ്. അതുപോലെ തന്നെ ഫിറൗനിന്റെ ശരീരം, അതിന്റെ അല്ലാഹു അതിനെ സൂക്ഷിക്കുമെന്ന് പറയുന്ന
വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം 92-ാമത്തെ വചനം. കൈറോയിലെ, നമുക്കറിയാം ഈജിപ്തിലെ കൈറോയിൽ, അവിടെ ഇപ്പോഴും ഗ്ലാസ് ബ്ലോക്കുകളിലായി ഈ ഫിറൗനിന്റെ ശരീരത്തെ അള്ളാഹു നമ്മള് കണ്ടെത്തുകയും കടലിന് കണ്ടെത്തുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഖുർആനിന്റെ ചരിത്രപരമായ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഡാമിന്റെ അവശിഷ്ടത്തെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ പരാമർശം, ആ ഡാമിനെ സംബന്ധിച്ച് അതിന്റെ 15 അടി യമനിൽ ഖുർആനിലെ 34-ാം അധ്യായം 15-ാമത്തെ വാചകത്തിൽ പറയുന്ന 800 അടി ഉയരവും അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതയും ഒക്കെ ഇന്ന് കാണുകയും അത് രേഖപ്പെടുത്തുകയും ആ ഡാമിന്റെ അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക ഗവേഷണങ്ങളിലൂടെ അത് മനുഷ്യന്റെ കണ്ണിന് കാണത്തക്ക രൂപത്തിൽ പ്രകടമായി ലോകത്തുന്നത് നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങളിൽ 7 മനുഷ്യരുടെ തലയോട്ടിയും ഒരു നായയുടെ തലയോടും സൂക്ഷിച്ചു വെച്ചതും ജോർഡാനിലെ, അതായത് ഖുർആനിലെ 18-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫ് അവരുടെ തലയോട്ടി കണ്ടെടുക്കപ്പെടുകയും ആ നായയുടെ തലയോട്ട് കണ്ടെടുക്കുകയും ചെയ്ത് ജോർഡാനിൽ അത് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നതായി നമ്മൾ ചരിത്രത്തിലൂടെ പഠിക്കുകയും ആധുനിക ഗവേഷണങ്ങളുടെ ആ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് ബോധ്യമാവുകയും ചെയ്യുകയാണ്. ഇരുമ്പ് മതിലിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്, നമുക്കറിയാം. ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്കല്ല, സൂചനകളിലേക്ക് മാത്രമാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. 50 മൈൽ നീളമുള്ള, 10 അടി വീതിയുള്ള, 29 അടി ഉയരമുള്ള ജോർജിയയിലെ ഈ മതിൽ, ഇരുമ്പ് മതിൽ, ഇന്ന് മനുഷ്യർ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗന്ധകമണ്ണിനെ കുറിച്ചും അൽ ബഹറുൽ മയ്യിത്ത്, ഡെഡ് സീ, ശാപകടൽ, അതിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ സൊഡോമി എന്ന് പറയുന്ന ലോകത്ത് അന്ന് വരെ ഇല്ലാത്ത മഹാതിന്മകളെ കുറിച്ചുള്ള, ആ തിന്മ ചെയ്ത ജനതയെ അള്ളാഹു നശിപ്പിച്ചതിന്റെയും അവിടെ ചെടി പോലും മുളക്കില്ലെന്ന ആ കാഴ്ചപ്പാടിനെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് ശാപകടൽ, ഡെഡ് സീ, അതും ജോർഡാനിൽ ഇന്ന് കണ്ടെടുക്കപ്പെടുകയും അവിടെ പത്രം പോലും കടലിന്റെ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ കിടന്ന് വായിക്കാൻ പറ്റുന്ന സാന്ദ്രതയിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ കൃത്യമായ അടയാളങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നതായി 29-ാം അധ്യായം 35-ാമത്തെ വചനം, 51-ാം അധ്യായം 38-ാമത്തെ വചനത്തിലും രേഖപ്പെടുത്തിയായി നമ്മൾ കാണുകയാണ്. ഇങ്ങനെ ജീവിതത്തിലുടനീളം നമ്മൾ ചരിത്രപരമായി വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളിൽ ഒരിടത്ത് പോലും അബദ്ധങ്ങൾ സംഭവിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 68 ശാസ്ത്ര ശാഖകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. പ്രാണിശാസ്ത്രത്തെ കുറിച്ച്, ഗണിതശാസ്ത്രത്തെ കുറിച്ച്, ആസ്ട്രോണമി, അതുപോലെ തന്നെ ജിയോഗ്രഫി, ഭൂമിശാസ്ത്രം, ഭൗമാന്തരീക്ഷത്തെ കുറിച്ചുള്ള പഠനങ്ങൾ, ഉപരിലോകത്തെ അതല്ല മറ്റ് ഗോളങ്ങളിലെ ജീവികളെ കുറിച്ചുള്ള ബയോളജി, അങ്ങനെ തുടങ്ങി ഒരുപാട് വിശുദ്ധ ഖുർആൻ 68 ശാസ്ത്രശാഖകളെ വളരെ മനുഷ്യർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം ലോകത്തുണ്ടായിരുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലും ശേഷവും ഈ അടുത്ത കാലം വരെ ലോകത്തുണ്ടായിരുന്ന ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, ജ്യോതിർഗോളങ്ങൾ എല്ലാം ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നു എന്നും ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ് എന്നുമാണ് യഥാർത്ഥത്തിൽ ടോളമി കണ്ടെത്തിയിരുന്നത്. ടോളമിയെ പോലെയുള്ള ലോകപ്രസിദ്ധനായ ശാസ്ത്രകാരന്റെ ഗവേഷണത്തിലും നിരീക്ഷണത്തിലും ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. അതിനെ എതിർത്തുകൊണ്ടാണ് കോപ്പർനിക്കസും ഗലീലിയോ ഗലീലിയും ലോകത്തെ രംഗപ്രവേശനം ചെയ്തത്. കോപ്പർനിക്കസിന്റെയും ഗലീലിയോ ഗലീലിയുടെയും പഠനങ്ങളുടെ അഭാവത്തെ ചൂണ്ടിക്കാണിക്കുകയും മറിച്ചുള്ള വിപുലമായ ശാസ്ത്ര സത്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. കോപ്പർനിക്കസ് സൂര്യൻ നിശ്ചലമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. സൂര്യൻ നിശ്ചലമാണ് എന്ന് കോപ്പർനിക്കസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. നമുക്കറിയാം വിശുദ്ധ ഖുർആനിന് വിമർശന പഠനം എഴുതിയ ജോസഫ് ഡമറഗ് സൂര്യനെ കുറിച്ച് നിശ്ചലമാണ് എന്ന് എഴുതിയിട്ടുള്ള ആളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ 36 മുതൽ 40 വരെയുള്ള വചനങ്ങളിൽ
സൂര്യനെ കുറിച്ച് പറയുന്നത് ഒരു നിശ്ചിതമായ പദമേഖലകളിലൂടെ ഒരു മൈക്രോ സെക്കൻഡ് തെറ്റാതെ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന്. കോപ്പർനിക്കസ് പറഞ്ഞിരുന്നത് സൂര്യൻ നിശ്ചലമാണ് എന്നായിരുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ല, സൂര്യന് അനവധി വൃത്തിക്ഷയങ്ങളുണ്ട്, സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് ഒരു നിശ്ചിതമായ പദമേഖലകളിലേക്ക്. അസീസായ, ഹക്കീമായ, പ്രതാപവാനായ, യുക്തിമാനായ, സർവശക്തനായ, അളവറ്റ കഴിവിന്റെ പടച്ചതമ്പുരാൻ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, വകുല്ലും ഫീ ഫലഖി യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണമണ്ഡലങ്ങളിൽ നീന്തി തുടിച്ചുകൊണ്ടേ പോകുന്നു എന്ന് മോഡേൺ സയൻസ് നമുക്കറിയാവുന്ന കാര്യം. 14 നൂറ്റാണ്ട് മുമ്പ് ജ്യോതിശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത, നിരക്ഷരനായ അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യൽ ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും പേര് പറയപ്പെട്ട നിരക്ഷരനായ ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ ലോകത്ത് ഓതിക്കേൾപ്പിച്ചു ഇത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് വിസ്മയം തോന്നുന്ന കാര്യം. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ ഈ കാര്യം എത്രയോ സ്ഥലത്ത് ഈ വിഷയങ്ങൾ ഖുർആൻ വിശദീകരിച്ചു. ഖുർആനിന്റെ മറ്റൊരു ഏറ്റവും സവിശേഷമായ അന്തരീക്ഷ ശാസ്ത്രത്തെക്കുറിച്ച്, എന്താണ് ഭൗമാന്തരീക്ഷത്തെ കുറിച്ച്, ഭൂമിയുടെ അന്തരീക്ഷത്തെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആൻ അതിന്റെ മേൽക്കൂരയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് സുരക്ഷിതമായ മേൽക്കൂര എന്നാണ്. 21-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ പറഞ്ഞു. ആകാശം സുരക്ഷിതമായ ഒരു മേൽക്കൂരയാണ്. 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാ വയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ ഓസോൺ ലെയർ എന്ന സുരക്ഷിതമായ, ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വിവരം എന്തായിരുന്നു? ഇപ്പൊ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഏറ്റവും സന്തോഷകരമായ, ഓസോണിലെ വിള്ളലുകൾക്ക് താരതമ്യം കുറവുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അതിനനുസരിച്ച് അവൻ പ്രവർത്തിച്ചപ്പോ ആ ക്രൈസിസ് അഥവാ ഓസോൺ ലെയറിന് CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതിലൊരു കാർബൺ ആറ്റത്തിന് 1,00,000 ഓസോൺ തന്മാത്രകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. 70 മുതൽ 140 കൊല്ലം വരെ ഒരു ക്ലോറിൻ ആറ്റം അന്തരീക്ഷത്തിൽ ജീവിക്കുന്നു. അവിടെയാണ് ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്, ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായ ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് അല്പം ഒരു ആശ്വാസം നൽകുന്ന വാർത്ത ഈയിടെ നമ്മൾ കണ്ടു. എന്താ? ഭൗമാന്തരീക്ഷത്തിന്റെ സുരക്ഷിതമായ ഓസോൺ ലെയർ അത് അഭിവൃദ്ധി പ്രാപിക്കുന്നു, സൗഖ്യം പ്രാപിക്കുന്നു, അതിന്റെ അസുഖത്തിന് കുറവുണ്ട് എന്നാണ് നാടൻ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ ഞാൻ ആ പദം അങ്ങനെ പറയും. ഞാൻ പറയുന്നത് ഭൗമാന്തരീക്ഷത്തെ കുറിച്ച് മാത്രമല്ല, അത്ഭുതകരമായ ഒരു സംഭവം. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? അവിശ്വാസിയുടെ ഹൃദയത്തെ കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് 6-ാം അധ്യായം 125-ാമത്തെ വചനം സൂറത്ത് അൻആമിൽ, അതൊരു അവിശ്വാസി, ഇസ്ലാമില്ലാത്ത, മതമില്ലാത്ത, ഏകദൈവ വിശ്വാസമില്ലാത്ത, ആശയമില്ലാത്ത, ആദർശമില്ലാത്ത, എന്തിനു ജീവിക്കുന്നു എന്നറിയാത്ത ഒരു നിഷേധിയുടെ ഹൃദയം ഇടുങ്ങിയതായിരിക്കും. അവന്റെ ഹൃദയം ഇടുങ്ങിപ്പോകും. ഏതുപോലെ? ഭൗമാന്തരീക്ഷത്തിലേക്ക് കയറിപ്പോകുന്നവനെ പോലെ. അപാരമായ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1400 വർഷങ്ങൾക്ക് മുമ്പ് പിതാവിന്റെ കൈപിടിച്ച് പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാത്ത ഒരു പ്രവാചകൻ ലോകത്തിന് ഓതി കൊടുക്കേണ്ടത് ആകാശത്തിലേക്ക് കയറിപ്പോകുന്നവന് ഹൃദയത്തിന് ഇടുക്കനുഭവപ്പെടും. ഉറപ്പ്, ആകാശത്തിലേക്ക് കയറിപ്പോകുന്നവന് ഹൃദയത്തിന് ഇടുക്കം അനുഭവപ്പെടും എന്ന് പറയുന്ന രസകരമായ, ആര് പഠിപ്പിച്ചു കൊടുത്തു അത്? ആര് പഠിപ്പിച്ചു കൊടുത്തു അത്? ലോകത്തെല്ലാരും അനുഭവിക്കുന്ന കാര്യമില്ലേ? ആധുനിക സയൻസ് സ്ഥിരീകരിച്ച കാര്യമല്ലേ? ആകാശത്തിലേക്ക് കയറിപ്പോകുന്നവനെ പോലെ. അപ്പൊ ആകാശത്തിലേക്ക് കയറിപ്പോകുമ്പോ ഹൃദയത്തിന് ഇടുക്കം അനുഭവപ്പെടും എന്ന് പടച്ചോനല്ലാതെ ആ കാലത്ത് ആർക്ക് പറയാൻ കഴിയും? ഇത് തെളിയിക്കാത്തൊരു കാലഘട്ടത്തിൽ, ഇത് പഠിക്കാത്തൊരു മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ. മാത്രമല്ല, നമ്മളിപ്പോ നിങ്ങൾക്ക് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾക്കറിയാം, പയനിയർ 10 എന്ന് പറയുന്ന ഒരു 1972 മാർച്ച് 2-ന് നമ്മൾ അയച്ചിട്ടുള്ള, അതുപോലെ വോയേജർ എന്ന് പറയുന്ന ഉപഗ്രഹം, ഇപ്പൊ നമ്മള് മംഗളയാൻ, അതെവിടെയാണ്? സൗരയൂഥത്തിന്റെ ഏറ്റവും അകലെയുള്ള നെപ്റ്റ്യൂണും പ്ലൂട്ടോയും അതിന്റെ ഭൗമാന്തരീക്ഷത്തിലൂടെയാണ് വോയേജർ പോലെയുള്ള സംഗതികൾ കടന്നുപോയത്.
മനുഷ്യന്റെ പടിപടിയായി ഭൗതിക ലോകത്തിന്റെ അളക്കാനാവാത്ത പുരോഗതിയെ, മനുഷ്യൻ കയറിപ്പോകുന്ന പടവുകളെ അള്ളാഹു വിശദീകരിക്കുകയാണ് മനുഷ്യന്. അല്ലേ, ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ജീവജാലങ്ങളുണ്ടോ? അള്ളാഹു പറയുന്നു, ആകാശങ്ങളിലും ഭൂമിയിലും അവയ്ക്കിടയിലും നാം നിറച്ചിട്ടുള്ള ജീവജാലങ്ങൾ, നാം അതിനെ ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനാകുന്നു എന്ന് പറയുന്നു. അള്ളാഹു തീർത്തു പറയുന്നു, ഇൻഷാ അല്ലാഹ് അടുത്ത ഭാവിയിൽ മനുഷ്യൻ ആ രംഗത്തേക്ക് എത്തിക്കൊള്ളും. വിശുദ്ധ ഖുർആനിലെ 42-ാം അധ്യായം 29-ാമത്തെ വചനം ഇതിലേക്ക് മനുഷ്യനെ നയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇബ്നു അബ്ബാസിനെ പോലെയുള്ള റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് ഖുർആനിൽ 62-ാം അധ്യായം വിശുദ്ധ ഖുർആനിൽ പറയുന്ന ചില കാര്യങ്ങൾ, അതിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ 7 ഭൂമി, 7 ആകാശം, അതിനെ സംബന്ധിച്ച് പറയുന്നത് ഓരോ ഭൂമിയിലും നമ്മളെ പോലെ ഉള്ള മനുഷ്യന്മാരുണ്ടാകാം. അവിടെ നൂഹ് നബി വന്നിട്ടുണ്ടാവാം, ഇബ്രാഹിം നബി വന്നിട്ടുണ്ടാകാം. ഇബ്നു കസീറിൽ കാണാം, ഇബ്നു അബ്ബാസിന്റെ വ്യാഖ്യാനമായി അഭിപ്രായമായി ഒക്കെ കാണാം. അപ്പൊ ഞാൻ പറയുന്നത്, വിശാലമായ ഒരു പഠനത്തിന്റെ ലോകത്തേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മനുഷ്യനിർമ്മിതമല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ആനി ബസന്റ് പറഞ്ഞത് അബസവത്തവല്ല എന്ന അധ്യായമാണ്. അത്ഭുതകരമാണ്. അബസവത്തവല്ല പ്രവാചകനാണ് രചയിതാവെങ്കിൽ, ഖുർആനിന്റെ രചയിതാവെങ്കിൽ പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് 10 വാചകം അതിലുണ്ടാകില്ല എന്ന് പറയുന്നത് ആനി ബസന്റാണ്. മനസ്സിലായോ? പ്രവാചകന്റെ വചനമല്ല ഖുർആൻ, പടച്ചോന്റെ വചനമാണ് എന്ന് പറയാൻ പ്രാണിശാസ്ത്രത്തെ കുറിച്ചുള്ള ഖുർആനിന്റെ പരാമർശത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചു പോകുമ്പോൾ ഖുർആനിലെ 16-ാം അധ്യായം 68-69 വചനം, തേനീച്ച എന്ന് പറയുന്ന അധ്യായം എല്ലാവർക്കും അറിയാം. നമ്മൾ മനസ്സിലാക്കി 1876 ഹോളണ്ടുകാരനായ സോമർ ഡാം എന്ന് പറയുന്ന ശാസ്ത്രകാരനാണ് പെൺതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നതും തേൻ ശേഖരിക്കുന്നതും. നമുക്കറിയാം, 40 ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്നാണ് 1/2 ലിറ്റർ തേനീച്ചകൾ ശേഖരിക്കുന്നത്. തേനീച്ചയെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഇത്തഖദി, കുലി, ഫസ്ലുഖി എന്ന് സ്ത്രീലിംഗമായി വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നു. അഥവാ പെണ്ണേ നീ ഉണ്ടാക്കുക, കൂടുണ്ടാക്കുക എന്ന് പെണ്ണിനോട് പറയുന്നതായി ഭാഷാശാസ്ത്രത്തിന്റെ ഏത് ലോകത്ത് നമ്മൾ എത്തിപ്പെട്ടാലും ഈ പ്രയോഗം അത്ര കണിശമാണ്. സോമർ ഡാം പറയുന്ന എന്താണ്? പെൺതേനീച്ചയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഖുർആനിന്റെ പ്രയോഗം എന്താ? ഇത്തഖദി, കുലി, ഫസ്ലുഖി ഒക്കെ പെണ്ണിനോട് പറയുന്നതാണ്. അപ്പൊ പെൺതേനീച്ചയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അറിയാത്ത ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന, ഒട്ടകത്തിന്റെ കയറും പിടിച്ച് അക്കരെ പച്ചകൾ തേടി സഞ്ചരിച്ചിരുന്ന ഒരു ജനപദത്തിന്റെ മുമ്പിലാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് ഈ കാര്യം പറയുന്നത്. സയൻസ് പഠിച്ചവരെ, ഭൗതികവാദികളെ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആളുകളെ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അംലാ ഖുലൂബിൻ അക്ഫാലുഹാ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അംലാ ഖുലൂബിൻ അക്ഫാലുഹാ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. 59-ാം അധ്യായം 21-ാമത്തെ വചനമാണ്. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. എന്ത് ഖുർആൻ! ഖുർആനിന്റെ അത്ഭുതത്തെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒന്നിരുന്ന് വായിച്ചു നോക്ക്. മനസ്സ് കോരിത്തരിക്കും, രോമാഞ്ചമുണ്ടാകും. ഇരുന്ന ഇരിപ്പിടത്തുനിന്ന് ചന്തി ഒറിജിനലായിട്ട് പൊന്തിപ്പോവും. ആലങ്കാരികമല്ല, ശരീരം ഭൂമിയിൽ നിന്ന് പൊന്തിപ്പോവും. അള്ളാന്റെ ഗ്രന്ഥം പഠിക്കേണ്ട പ്രകാരം പഠിച്ചാൽ നോക്കാൻ കഴിയില്ല. അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകും. ഓൻ വിസ്മയങ്ങളുടെ ഒരു ലോകത്ത് ഓനെത്തും. ഏറ്റവും രസകരമായ ബഹ്റൈൻ, മർജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ. 55-ാം അധ്യായം 19-ാമത്തെ വചനം. എത്ര സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ബഹ്റൈനിലെ നമുക്കറിയാം, ബഹ്റൈനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ പ്രധാനമായ കാര്യം, ബഹ്റൈനിലെ നിങ്ങൾക്കറിയാം, ബഹ്റൈനിലെ തീരത്തു നിന്ന് ഒരു 3.5 കിലോമീറ്റർ നമ്മൾ ചെന്നാൽ അവിടെ നമുക്ക് കാണാം, അതായത് പേർഷ്യൻ ഗൾഫിലേക്ക്, അതിന്റെ ബോർഡറിലേക്ക് നമ്മൾ ചെന്നാൽ അവിടെ ഒരു പ്രദേശമുണ്ട്, ഉമ്മു സവാലി എന്നാണ് ആ പ്രദേശത്തിന്റെ പേര്. ഉമ്മു സവാലി. ആ പ്രദേശം എന്താ പ്രശ്നം? ആ പ്രദേശത്ത് ഉമ്മു സവാലി, അതൊരു കടലിൽ
ഇപ്പൊ കടല് മൊത്തത്തിലാണല്ലോ, അതിലൊരു ഏരിയ മാത്രം ഉപ്പ് കലരാതെ, എന്നാ അതിന്റെ ബൗണ്ടറി ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. ആ പ്രദേശത്ത് ശുദ്ധജലം, ഈ പറഞ്ഞിരിക്കുന്ന ഉമ്മുസവാലി എന്ന് പറയുന്ന സ്ഥലത്ത് കടലിൽ മൊത്തം ജലനിരപ്പ് പരന്നു കിടക്കുന്നതിന്റെ ഒരു ഏരിയ മാത്രം. ആ ഏരിയന്റെ അപ്പുറത്തുപ്പുറത്ത് ഉപ്പാണ്. ആ വെള്ളം ഒന്നിച്ച് കിടക്കണം. ഒരു ചെമ്പിൽ, ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ ഇപ്പുറത്ത് കൈയിട്ട പച്ചവെള്ളം, ഇപ്പുറത്ത് കൈയിട്ട ഉപ്പ് എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ? ഒരേ ബക്കറ്റിൽ. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ നാടൻ പെണ്ണുങ്ങൾക്കൊക്കെ ഭയം മനസ്സിലാവും. നിങ്ങൾ തന്നെ ഒരു ചെമ്പട്ടി എടുത്തിട്ട് അതിൽ വെള്ളമിട്ട് അതിൽ വലത്തെ കൈ കൊണ്ട് കോരുമ്പോ ശുദ്ധജലം, ഇടത്തെ കൈ കൊണ്ട് അതിൽ നിന്ന് എടുക്കുമ്പോ ഉപ്പുജലം. അപ്പൊ വലത് ഭാഗത്ത് വെള്ളം ശുദ്ധജലം, ഇടത് ഭാഗത്ത് അതിന്റെ അപ്പുറത്ത് ഉപ്പുജലം, അതിന്റെ അപ്പുറത്ത് ശുദ്ധജലം, അതിന്റെ അപ്പുറത്ത് ഉപ്പുജലം. ഇങ്ങനെ. എന്നിട്ട് എന്താ നിങ്ങൾക്കറിയാം, ഖലീജ് ടൈംസ് എന്ന് പറയുന്നത്, അതായത് 15/12/1988 ഖലീജ് ടൈംസ് എന്ന് പറയുന്ന ഒരു പത്രമുണ്ട് ബഹ്റൈനിൽ, അറബ് നാട്ടിൽ. നിങ്ങൾക്കറിയാം ആ പത്രത്തിലെ റിപ്പോർട്ട് എന്താ? അവിടെ, അതായത് ബഹ്റൈനിലെ ഈ സ്ഥലത്ത് വലിയ ഓസ് ഇട്ടിട്ട് ശുദ്ധജലം നാട്ടുകാർക്ക് കുടിക്കാൻ സപ്ലൈ ചെയ്യും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയണം, മനുഷ്യരെ മർജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ. അല്ലേ? വല്ലാത്തൊരു അത്ഭുതകരമായ മനുഷ്യർ കണ്ടെത്തുകയാണ്. പിന്നീട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ രസകരമായി നമുക്ക് പറയാൻ പറ്റും. ഖുർആൻ സമഗ്രമായി പഠിക്കുന്ന ഒരാൾ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രകാരനായിരുന്നു. എങ്ങനെ? നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ആൾജിബ്ര സിദ്ധാന്തം, അൽ ഖുവാരിസ്മി ആൾജിബ്ര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചർച്ച നിങ്ങൾ പരിശോധിച്ചോ? ഇബ്നു ഖൽദൂൻ എന്ന ലോകത്തിലെ ചരിത്രത്തിന്റെ പിതാവ് ജനിക്കുന്നത് ഖുർആൻ പഠനത്തിലൂടെയാണ്. അല്ലേ? അൽ ബറൂനി ലോകപ്രസിദ്ധനായ ഭൗതിക ശാസ്ത്രകാരനായിരുന്നു. അൽ ബറൂനി പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള ശാസ്ത്രകാരനായിരുന്നു അൽ ബറൂനി. അതുപോലെ തന്നെ ഹുസൈൻ ഇബ്നു അബ്ദുള്ള, അഥവാ നമ്മളെ ലോകത്തെ അറിയപ്പെടുന്ന അവിസന്ന എന്ന ഇബ്നു സീന, ഖാനൂൻ ഫിത്തിബ് ലോകത്തിന്റെ വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ അപാര വിസ്മയമായിരുന്നു യഥാർത്ഥത്തിൽ അവിസന്ന ഇബ്നു സീന എന്ന് പറയുന്ന വ്യക്തിത്വം. എന്തൊക്കെ ലോകത്ത് ഖുർആൻ മനുഷ്യന് നൽകിയിട്ടുള്ള പ്രചോദനം ചില്ലറയാണ്. പഠിക്കാൻ മനുഷ്യന് നൽകിയിട്ടുള്ള പ്രചോദനം ചില്ലറയാണ്. ഖുർആൻ മനുഷ്യനെ ഒരു പ്രത്യേകമായ ലോകത്തേക്ക് നയിച്ചു. ഏറ്റവും ഉദാത്തമായ സംസ്കാരങ്ങളുടെ ഒരു ലോകത്തേക്ക്, ശാസ്ത്രത്തിന്റെ ഒരു ലോകത്തേക്ക്. ഖുർആൻ ശരിക്കും അവലംബിച്ച ഒരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല, ഒരു മനുഷ്യന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചില പ്രധാനമായ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ കടന്നുപോയാൽ ഈ പറഞ്ഞ വസ്തുതകളെല്ലാം ഏത് വിഷയം എടുത്താലും നമുക്കറിയാം. നമ്മുടെ ഭ്രൂണ ശാസ്ത്രവുമായി, എംബ്രിയോളജിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കീത്ത് മൂറിനെ പോലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ അധ്യാപകനായ കീത്ത് മൂർ, അദ്ദേഹം ഖുർആനിന്റെ കണിശമായ പരാമർശങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളിലൂടെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ സ്ഥിരമായി കേട്ടിട്ടുള്ള നമ്മുടെ സ്കിന്നുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഈ സ്കിൻ. സൂറത്തുൽ നിസായിൽ പറയുന്ന 56-ാമത്തെ വചനം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. എന്താ അള്ളാഹു പറയുന്നത്? നിങ്ങൾക്ക് നരകത്തിൽ തൊലി കരിഞ്ഞതിന് ശേഷം വീണ്ടും തൊലി നൽകപ്പെടും. എന്തിന്? ഒരു തൊലി കരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് വീണ്ടും തൊലി നൽകപ്പെടും. നിങ്ങളെ എല്ല് നുരുമ്പി വീണ്ടും എല്ല് നൽകും എന്നല്ല പറയുന്നത്. നിങ്ങളെ തൊലിക്ക് പകരം വീണ്ടും തൊലി തരും. ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി, അഥവാ വേദന അനുഭവിക്കണമെങ്കിൽ സ്കിന്ന് വേണം, തൊലി വേണം എന്നല്ലാഹു പറയും. ഈ ഖുർആനിക വചനം കണ്ടിട്ടാണ് ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾക്കറിയാം, തീപ്പൊള്ളിയാല് ഹോസ്പിറ്റലിൽ ചെന്നാൽ ആഴമേറിയ തീപ്പൊള്ളലാണെങ്കിൽ സൂചി കൊണ്ടൊന്ന് കുത്തിവെക്കും. എന്തിനാ ഈ ദുഷ്ടപ്പണി ചെയ്യാ സൂചി കൊണ്ട് കുത്തുന്നത്? വേദനാ സംവേദനക്ഷമതയുള്ള, വേദനയെ തിരിച്ചറിയുന്നു. വേദന എന്ന മഹാദൂതൻ ഇവിടുന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടെന്നാണ് ആ സൂചി കുത്തി വെക്കുന്നതിന്റെ പ്രത്യേകത. സൂചി കുത്തിയിട്ട് അയാൾക്ക് വേദനിക്കുന്നുവെങ്കിൽ ഡോക്ടർക്ക് സന്തോഷമാണ്. അയാൾ വേദനിച്ച് പഠിച്ചാൽ ഡോക്ടർ ചിരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും എന്താ മെന്റലോ, ഇയാളെ സൂചി കൊണ്ട് കുത്തി അയാൾ പഠിച്ചിട്ട് ഇയാൾ എന്താ ചിരിക്കണത്? അയാളെ വിജ്ഞാനമാണ് അയാളെ ചിരിപ്പിച്ച്. പേടിക്കണ്ണില്ല, അയാളുടെ വേദനാക്ഷമതയുള്ള കോശങ്ങൾ മരിച്ചിട്ടില്ല, അയാൾ പ്രതീക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിന്റെ മഹത്വം നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ചും നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ കാര്യം നമുക്ക് തോന്നിയിട്ട് നമുക്ക് ഖുർആൻ വായിക്കുമ്പോൾ കിട്ടണം. അദ്ദാരിയാത്തിൽ
അതായത് വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ എന്ന് പറഞ്ഞല്ലോ ഖുർആൻ. വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്മിനീൻ വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. ഈ ഭൂമി അത്ഭുതങ്ങളുടെ കലവറയാണ്. നിങ്ങളുടെ ശരീരമോ വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങൾക്ക് എന്താ ഉൾക്കാഴ്ചയില്ലാത്ത മനുഷ്യരെ? നിങ്ങളുടെ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ മഹാകലവറയാകുന്നു അല്ലേ? സദാം ഹുസൈനെ ഈ ഗുഹയ്ക്കുള്ളെന്ന് പിടിച്ചപ്പോഴാ സദാം ഹുസൈന്റെ ഉമിനീര് ടെസ്റ്റ് ചെയ്തിട്ടാണ്. സദാം ഹുസൈന്റെ ഉമിനീര് ടെസ്റ്റ് ചെയ്തിട്ടാണ്. ലോകത്ത് എന്റെ ഉമിനീര് പോലെ നിങ്ങൾക്കൊരാൾക്കും ഉമിനീരില്ല. ലോകത്തിലെ 714 കോടി മനുഷ്യരുടെയും ഉമിനീര് വ്യത്യസ്തമാണ്. ലോകത്തിലെ 714 കോടി മനുഷ്യരുടെയും തലമുടി വ്യത്യസ്തമാണ്. ലോകത്തിലെ 714 കോടി മനുഷ്യരുടെയും കണ്ണിന്റെ കൃഷ്ണമണി വ്യത്യസ്തമാണ്. ലോകത്തിലെ 714 കോടി മനുഷ്യരുടെയും ശരീരത്തിന്റെ ഗന്ധം വ്യത്യസ്തമാണ്. ലോകത്തിലെ 714 കോടി മനുഷ്യരുടെയും തമ്പ് ഇംപ്രഷൻ വ്യത്യസ്തമാണ് അല്ലേ? വില്ലേജ് ഓഫീസിൽ പോയി ആധാരത്തിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട കടലാസിൽ ഈ കൈ പിടിച്ചിങ്ങനെ നാക്കുമ്പോ വേറൊരുത്തനെ കൊണ്ട് ഇടാൻ കഴിയില്ല. അത് ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അവന്റെ വിരൽക്കൊടികൾ വ്യത്യസ്തമാക്കാൻ കഴിവുള്ളവൻ. മനുഷ്യന്റെ ഏറ്റവും ചുരുങ്ങിയ ഏരിയകളിലെ ഇതിൽ ഏറ്റവും വലിയ വിസ്മയം തങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ ഭാവനകളിൽ, ഇപ്പൊ നമ്മളൊരു കാർ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഒരു വസ്തു നിർമ്മിക്കുന്നു, നമ്മുടെ ഭാവനകളിൽ ഒരു 50,000 ഡിസൈൻ ഉണ്ടെന്ന് വിചാരിച്ചോ, 51ാമത്തെ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ? അത്രേ. ലോകത്ത് അള്ളാഹ് സൃഷ്ടിക്കുന്ന ഏതൊരു പടപ്പിന്റെയും വിരലടയാളം വേറൊരാളെ പോലെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഒരു കൺഫ്യൂഷനും പടച്ചതമ്പുരാൻ ആ കാര്യത്തിലില്ല. ദക്ഷിണാഫ്രിക്കയിലെ വനാന്തരത്തിൽ ജനിച്ച ഒരു കുഞ്ഞിന്റെ വെള്ളടയാളവുമായി തലശ്ശേരിയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജനിക്കുന്ന ശാരദയുടെ മകന്റെ വിരല് അതുപോലെ ആവണില്ല എന്ന് പറഞ്ഞാൽ, ദക്ഷിണാഫ്രിക്കയിൽ ആ ചങ്ങായി ഇവിടെ വരുമ്പോ ഓന്റെ വെള്ളടയാളവും ശാരദ ടീച്ചറുടെ മോന്റെ വെള്ളടയാളവും ഒരേപോലെ ആവണില്ല. ഒരു കൺഫ്യൂഷൻ ഇല്ല. സർവശക്തനായ റബ്ബിന്റെ കഴിവിന്റെ അപാരതയിലേക്കുള്ള മനുഷ്യനെ വിളിക്കുകയും കൂടിയാണ് ഖുർആൻ ചെയ്യുന്നത്. പിന്നെ ഇതിലൊക്കെ ഒരത്ഭുതം, എംബ്രിയോളജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരണം നമ്മൾ പലപ്പോഴും കേട്ടാണ്. അതിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു സംഗതി എന്താന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ കേൾവിയെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചും പറഞ്ഞ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കേൾവിയാണ് ആദ്യം ഉണ്ടാകുക എന്നാണ്. കേൾവിയാണ് ഒരു മനുഷ്യന് ഗർഭപാത്രത്തിൽ ആദ്യം ഉണ്ടാവുക, കാഴ്ച പിന്നെയാണ്. അത്ഭുതകരമാണ്. ഒരു സ്ഥലത്ത് പോലും ഖുർആൻ അത് പ്രയോഗിച്ചിടത്ത് കാഴ്ചയെ ആദ്യം പറയുകയും കേൾവി പിന്നെ പറയുകയും ചെയ്തിട്ടില്ല. കേൾവിയെ പറയുകയും. മോഡേൺ സയൻസ് പറയുന്നത് എന്താ? ഒരു പെണ്ണ് ഗർഭിണിയായാൽ 3 മാസമായാൽ ആ കുഞ്ഞ് കേൾക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഭർത്താവ് ഭാര്യയെ പൊളിച്ച തെറിയ പറയണമെങ്കിൽ ഗർഭപാത്രത്തിൽ കുട്ടി കേൾക്കുന്നുണ്ട്. ഉമ്മ സിനിമ കാണുന്നവളാണെങ്കിൽ ഗർഭപാത്രത്തിലെ കുട്ടി സിനിമ ഡയലോഗ് കേൾക്കുന്നുണ്ട്. ഉമ്മ ചീത്തയാണ് ചെയ്യണമെങ്കിൽ ഗർഭപാത്രത്തിലെ കുട്ടിക്ക് അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഉമ്മ ഖുർആൻ വായിക്കുന്നവളാണെങ്കിൽ ഗർഭപാത്രത്തിലെ കുട്ടിക്ക് അത് എഫക്ട് ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ. എവിടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ, ആദ്യം കേൾവി പിന്നെ കാഴ്ച. ആലോചിച്ച് നോക്ക്. ഒരു വൈരുദ്ധ്യവും അവിടെ ഉണ്ടായിട്ടില്ല. എംബ്രിയോളജി പറയുന്നിടത്തുള്ള അതിന്റെ കണിശത ഉണ്ടല്ലോ. നമ്മൾ സാധാരണ വായിൽ വെള്ളം കയറ്റി പിന്നെ വായ കൊപ്പിടിക്കല്ലോ, അപ്പൊ നാക്കി ആ പ്രയോഗം എന്ന് പറയുന്ന സുമ്മ വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിൽ പറഞ്ഞില്ലേ 12 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ, സുമ്മ ഖലഖന നുത്ഫത അലഖ ഫഖലഖനൽ അലഖത മുളഅ. ആ മുളഅ ഘട്ടം, അതായത് ബബിൾക്കത്തിന്റെ മേലെ പല്ലുകൊണ്ട് കടിച്ച എങ്ങനെ ഉണ്ടാവും, ആ ഘട്ടമാണ് സൂക്ഷ്മമായി മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ. ഏറ്റവും രസകരമായ, ജൂതന്മാർ നബിയെ പരിശോധിക്കാൻ വേണ്ടി 5 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു ചോദ്യം എന്താ? ആണും പെണ്ണും വേർതിരുന്ന എങ്ങനെ മുഹമ്മദേ? ആണും പെണ്ണും വേർതിരുന്നത് മുഹമ്മദേ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ജൂതന്മാരുടെ വേദത്തിലൂടെ പ്രവാചകന്മാരിലൂടെ ഈ കാര്യം പഠിപ്പിക്കപ്പെട്ടവരായിരുന്നു അവർ. അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. മുഹമ്മദ് നബി അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണോ എന്ന് പരിശോധിക്കാൻ വന്ന ജൂത ടീം ചോദിച്ച ഒരു ചോദ്യം എന്താ അറിയോ? ആണും പെണ്ണും രൂപപ്പെടുന്നത് എങ്ങനെ മുഹമ്മദേ? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എന്താ മറുപടി എന്നറിയോ? സ്ത്രീക്കാണ് സ്ഖലനം ആദ്യം ഉണ്ടാകുന്നത്, ശേഷമാണ് പുരുഷന് സ്ഖലനം ഉണ്ടാകുന്നതെങ്കിൽ അത് പെണ്ണും. നിങ്ങൾ ആലോചിച്ച് നോക്കണം.
പുരുഷനാണ് സ്ഖലനമുണ്ടാകുന്നത്. പുരുഷന്റെ ഇന്ദ്രിയത്തിന്റെ മീതെ സ്ത്രീയുടെ ഇന്ദ്രിയം വന്നാൽ അതാണ്. സുബ്ഹാന ജല്ല ജലാലു. മോഡേൺ സയൻസ് വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി പഠിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച ഒന്നിനും ഒരവ്യക്തതയും ഒരു നിലക്കുമുള്ള ന്യൂനതയും ഉണ്ടായിട്ടില്ല എന്ന പഠനം ഗൗരവമായി നമ്മൾ ആ രംഗത്തേക്ക് വരേണ്ടതാണ്. മറ്റൊരു സുപ്രധാനമായ കാര്യം, വിശുദ്ധ ഖുർആനിന്റെ സമഗ്രമായ ഒരു ജീവിത ദർശനം അത് ഖുർആനിന് മാത്രമാണ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. വേദഗ്രന്ഥങ്ങളിൽ സമഗ്രമായ ഒരു ജീവിത ദർശനം എന്താണ്? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു മനുഷ്യന്റെ വേദാന്തി എന്ന് പറയുന്ന ഒരു സഹോദരനെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ. അയാൾക്ക് സമഗ്രമായ എന്ത് ജീവിത ദർശനമുള്ളത്? ഈ തലശ്ശേരിയിൽ ഒരു സ്വാമിജിയുമായി, ശിവഗിരി ആശ്രമത്തിലെ പ്രേമാനന്ദ സ്വാമികളുമായി നടന്ന നമ്മുടെ സ്നേഹ സമ്മേളനത്തിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല എന്ന് നിഷേധിക്കുകയും മരിച്ച മനുഷ്യൻ തട്ടിപ്പോയി കഴിഞ്ഞു എന്ന് അയാൾ പറയുന്നു. പിന്നെ എന്തിനായാലും സ്വാമിജിയേത്? മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല നിഷേധം. അതായത് ഭാരതീയ ദർശനങ്ങളിൽ പല ദർശനങ്ങളും നിരീശ്വരത്വത്തിൽ അധിഷ്ഠിതമാണ്. അഥവാ ഇപ്പൊ വൈശേഷികം, കണാദമുനിയുടെ വൈശേഷികം, ചാർവാകമതം ശുദ്ധ നിരീശ്വരത്താണ് സമ്പൂർണ്ണം. എന്നിട്ട് അതിനെന്താ പറയുന്നത്? ചാർവാകമതം. ഇന്ത്യയിലെ ദർശനങ്ങളിലെ 80% ദർശനങ്ങളും നിഷേധമാണ്, ദൈവനിഷേധമാണ്. ശങ്കര ദർശനത്തിന്റെ അവസ്ഥ എന്താ? ശങ്കര ദർശനം ഇന്നും ശങ്കരാചാര്യരുടെ ആളുകൾക്ക് വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല സദസ്സുകളിലും സ്വാമിജിമാരോട് ചോദിക്കാൻ ഈ എളിയ പ്രബോധകന് സാധിച്ചിട്ടുണ്ട്. അവർക്ക് സാധിച്ചിട്ടില്ല. ഒരാളെ ഇരുത്തിയിട്ട് 5 മിനിറ്റ് കൊണ്ട് അദ്വൈത സിദ്ധാന്തം പഠിപ്പിക്കാൻ കഴിയില്ല. 50 കൊല്ലം കൊണ്ട് പഠിപ്പിക്കാൻ കഴിയില്ല. 50 കൊല്ലം കൊണ്ട് ട്രിനിറ്റി, ത്രിമൂർത്തി സിദ്ധാന്തം. ഫിൻലേ എന്ന് പറയുന്ന അമേരിക്കയിലെ ലോകപ്രസിദ്ധനായ ബൈബിൾ പണ്ഡിതനുണ്ട്. അയാളുടെ പരാമർശം എന്താണെന്നറിയാം നിങ്ങൾ? ലോകപ്രസിദ്ധനായ ബൈബിൾ പണ്ഡിതൻ അയാൾ പറയുന്നത് ക്രൈസ്തവ സഭയുടെ, കത്തോലിക്ക സഭയുടെ വിശ്വാസം ട്രിനിറ്റി ആകുന്ന കാലത്തോളം എന്റെ വിശ്വാസം അതാണ്. പക്ഷെ അതെന്താ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, എത്ര ലളിതമായി നമുക്കൊരാളോട് പല ആട്ട വിത്തില്ലേ, അതിനെ മുളപ്പിക്കുന്നത് പടച്ചോനാണ്. ആ ഇട്ട വിത്തിനെ മുളപ്പിക്കുന്നത് പടച്ചോനാണ്, ലോകത്തിന്റെ നാഥനാണ്. ഈ കണ്ട ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആ നാഥനാണ്. എത്ര സിമ്പിളായി 5 ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കാണാം. അഖീദയുടെ വിഷയങ്ങളും ദൈവത്തിന്റെ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ചില കിതാബുകളിൽ കാണാം ഒരു അറാബിയുടെ കഥ. ഒരു കാട്ടറബി, ഒട്ടകത്തെ മേച്ചെടുക്കുന്ന ഒരു കാട്ടറബിനോട് ഒരു നിരീശ്വരവാദി അറേബ്യയിൽ പടച്ചോനുണ്ടോ എന്ന് ചോദിച്ചു. ആ അറാബി ചോദിച്ചാൽ കാണുന്നത് എന്താന്ന് ചോദിച്ചു. അത് ഒട്ടകത്തിന്റെ കാഷ്ടം. ആ കാണുന്നത് എന്താന്ന് ചോദിച്ചു. അത് കാലടി. എനിക്ക് എന്ത് മനസ്സിലായി ചോദിച്ചു. ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടപ്പോ നിനക്ക് എന്താ മനസ്സിലായത് എന്ന് നിരീശ്വരവാദിയോട് ചോദിച്ചു. അതിൽ ഒട്ടകം പോയിട്ടുണ്ട്. ആഹാ. ആ കാണുന്ന കാലടയാളം കണ്ടപ്പോ നിനക്ക് എന്തേ തോന്നി? അതിലെ മനുഷ്യന്മാർ നടന്നു വരുന്നുണ്ട്. ഈ കണ്ട വിശാലമായ ആകാശം എന്ന അടയാളം കണ്ടിട്ട് അതിന്റെ പിന്നിൽ നാഥനില്ല എന്നാണോ നീ പറയുന്നത്? അയാൾക്ക് ഹിദായത്ത് കിട്ടിയെന്ന ചരിത്രം. എത്ര മിനിറ്റ് എടുത്തിട്ടുണ്ടാവും അതിന്? ആ ചോദ്യത്തിന് എത്ര മിനിറ്റ്? 1 മിനിറ്റ് എടുത്തോ? 1 മിനിറ്റ് കൊണ്ട് ഹിദായത്ത്. അതാ ഇസ്ലാം. ഇസ്ലാം വളരെ സിമ്പിളാണ്. ആരുടെ മുമ്പിലും ഏത് വിഷയവും. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മഹാനിരീശ്വരവാദിന്റെ വീട്ടിൽ വന്നു. അയാളുടെ ഒരു ഭൗതിക കാര്യത്തിനാ. ഞാൻ അയാളോട് ആ ഭൗതിക കാര്യം പറയുന്നതിനിടക്ക് യൂസുഫ് നബി ജയിലിൽ തൗഹീദ് പറഞ്ഞ പോലെ ആദ്യം അവരെ കാര്യം നിവർത്തിച്ചു കൊടുത്തിട്ട് ഓലൊരു മാനസിക സപ്പോർട്ട് ഉണ്ടാക്കിയിട്ടല്ല ദൈവത്തിൽ എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഞാൻ പറയുന്നത്. മറിച്ച് അവരോട് പറയാനുള്ളത് പറയാം. നിങ്ങൾക്ക് എന്താ പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഞാൻ ചെയ്തുതരാം. അല്ലാതെ ഓൽക്ക് ഇതൊക്കെ കൊടുത്തിട്ട് എനിക്ക് നിങ്ങളോട് കാര്യം പറയേണ്ടതാണ്. സ്വാഭാവികമായിട്ടും അത് കിട്ടിയ സ്ഥിതിക്ക് അത് തന്നോനോടൊരു വിധേയത്വം ഉണ്ടാവും. അത് ഉണ്ടായിരുന്നു ഇസ്ലാം വിചാരിക്കുന്നു. അതുകൊണ്ട് ആ യൂസുഫ് നബീന്റെ അടുത്ത് സ്വപ്ന വ്യാഖ്യാനം പറയുന്നത് യൂസുഫിന് അതടക്കട്ടെ. എനിക്ക് അതിൻ്റെ അടുത്ത് നിങ്ങളോട് ചില കാര്യം പറയാനുണ്ട്. അത് നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ പഠിക്കാനുള്ളൊരു പോയിന്റാ. അതുപോലെ നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാൻ ഈ നിരീശ്വരവാദിയായ ആളോട് ചോദിച്ചു, നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ അവരേക്ക്? ഇല്ല. ഞാൻ അതിൽ നിന്ന് 2 വാചകം വായിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ആന്നോ? ഖുർആനിലെ വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു എന്നുള്ള ആയത്ത്, ആ 2 ആയത്ത് ഞാൻ അദ്ദേഹത്തിന് ഓതി കൊടുത്തിട്ട് അർത്ഥം പറയാൻ ഖുർആനിൽ നോക്കിയത് ഇങ്ങനെ വായിച്ച് അർത്ഥം പറഞ്ഞ് ഞാൻ അയാളെ മുഖത്ത് നോക്കിയപ്പോൾ കണ്ണെന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. എന്താ സുഹൃത്തുക്കളെ, വഖലാ റബ്ബുക അല്ലാ തഅബുദു എന്നുള്ള ആ 2 ആയത്ത് ഓതി തീരുമ്പോഴേക്ക് 2 കണ്ണിൽ നിന്നും ഒരു നിരീശ്വരവാദിയുടെ കണ്ണ് നിറഞ്ഞ് ആ നിരീശ്വരവാദിയായ സന്തോഷിന് വേണ്ടി അവനെ സൃഷ്ടിച്ച നാഥൻ അവനോട് സംവദിക്കുന്നതാണ് അത് ആ ഗ്രന്ഥം.
ആ ഗ്രന്ഥം മാതാപിതാക്കളെ കുറിച്ച് ആധുനിക ലോകത്ത് വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ഇപ്പൊ മലപ്പുറം ജില്ലയിലാണല്ലോ വൃദ്ധസദനം വളരെ കുറവ്, ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിലാണ്. എന്താ ഇതിന് കാരണം? ഒരു വേദഗ്രന്ഥം എന്ന വിസ്മയം തന്നെയാണത്. ആ വേദഗ്രന്ഥം മാതാവിനും പിതാവിനും നൽകിയ സ്ഥാനമാണ് മനുഷ്യന്റെ മനസ്സിലെ സ്വാധീനം. സൂറത്ത് ലുഖ്മാനും സൂറത്ത് അങ്കബൂത്തും അതുപോലെ തന്നെ സൂറത്ത് അഹ്കാഫും ഉൾക്കൊള്ളുന്ന സൂറത്ത് ഇസ്രാവും ഒക്കെ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം അതൊരു വേദഗ്രന്ഥത്തിന് സാധിച്ചിട്ടില്ല. ലോകത്ത് നിങ്ങൾക്കറിയോ, ലോകത്ത് നിങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ മതി. അഹമ്മദ് ദീദാത്തുമായി ലോകപ്രസിദ്ധനായ ഒരു ക്രിസ്ത്യാനി വാദപ്രതിവാദം നടന്നപ്പോ ബൈബിളിൽ നിന്നൊരു വാചകം അയാൾ ഉദ്ധരിച്ചു. ഒരു വാചകം ക്രിസ്ത്യാനി ഉദ്ധരിച്ചപ്പോ അഹമ്മദ് ദീദാത്ത് പറഞ്ഞു, അങ്ങനൊരു വാചകം ബൈബിളിൽ ഇല്ല. ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട അനവധി വിരുദ്ധങ്ങൾ നേടിയ ഒരു ക്രിസ്തീയ പണ്ഡിതൻ ബൈബിളിൽ നിന്ന് ഒരു ഉദ്ധരണി പറയും, ആ ഉദ്ധരണി ബൈബിളിൽ ഇല്ല എന്നാരാ പറയുന്നത്? അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതനാണ്. എന്തേ ആ നെഞ്ചുറപ്പ്, എന്തേ ആ കരളുറപ്പ്? ആ ക്രിസ്ത്യാനിയെക്കാളും ബൈബിൾ അഹമ്മദ് ദീദാത്ത് വായിച്ച് അതിന്റെ ശരിതെറ്റുകൾ വേർതിരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സാധിച്ചത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കി, ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു മെമ്മറി കൊടുത്തിട്ടുള്ള ഒരു ജനത ഏതാണ്? അത് മുസ്ലിമീങ്ങളാണ്. ശരിക്കും മനസ്സിലായിക്കോളെ. ലോകത്ത് ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദാദികൾ, അതിൽ ഋഗ്വേദം 10 മണ്ഡലമാണ്. അത് മനപ്പാടുള്ള ഒരൊറ്റ ഹിന്ദു പണ്ഡിതനും ആകാശത്തിന്റെ ചുവട്ടിലില്ല, ആകാശത്തിന്റെ ചുവട്ടിലില്ല. നിങ്ങൾ മനസ്സിലായിക്കോളെ. ബൈബിളിലെ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റും മനപ്പാടുള്ള ഒരു ക്രിസ്ത്യാനിയും ഈ ഭൂമിയിലില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ കംപ്ലീറ്റ് മനപ്പാടുള്ള ലക്ഷക്കണക്കിന് മുസ്ലിമുകൾ ലോകത്തുണ്ട്. ലോകത്തെ മറ്റു വേദങ്ങളൊക്കെ ചുട്ടുകരിച്ചിട്ട് അത് നിർമ്മിക്കാൻ പറഞ്ഞാൽ പിന്നെ ആ വേദഗ്രന്ഥം ലോകത്തില്ല. എന്നാൽ ഖുർആനിന്റെ മുഴുവൻ കോപ്പിയും ചുട്ട് ചാമ്പലാക്കിയാലും ഹാഫിൾമാരിരുന്ന് അത് ക്രോഡീകരിക്കാൻ നിമിഷങ്ങളെ കൊണ്ട് സാധിക്കുന്ന അത്ഭുതം എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിച്ചാൽ, ഞാൻ പറയുന്ന കാര്യത്തിൽ ചിലപ്പം അത് എന്റെ ചിന്ത മാത്രമാണ് അതിൽ കടന്നു വന്ന്, അത് വേറൊരു പ്രമാണത്തെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല. ഞാൻ പറയുന്നത്, ലോകത്ത് മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായ ഗ്രന്ഥം മനപ്പാടാക്കുന്ന ഒരു അവസ്ഥാവിശേഷം ആർക്കും അല്ല കൊടുക്കണില്ല. മറിച്ച് അല്ല അവതരിപ്പിച്ച ഒടുവിലത്തെ ഗ്രന്ഥം അത് കാരണം അതിന്റെ പ്രൊട്ടക്ഷൻ അല്ല ഏറ്റെടുത്തിരിക്കുന്നു. മറ്റേതേതാ? മറ്റേത് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ ഇത് ആ സംരക്ഷണ ചുമതലയാണ് ഈ നിർവഹിക്കപ്പെടുന്നത്. പക്ഷേ ഇതിന് ആവശ്യമില്ല. അല്ല ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിന് അതിൽ പോലും അത്ഭുതമുണ്ട് നാം പറയും, അതുപോലും വിസ്മയമാണെന്ന് പറയും. ലോകത്ത് ഇപ്പൊ ബൈബിൾ മനപ്പാടാക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ക്രിസ്ത്യാനികൾക്കില്ല. അങ്ങനെ മനസ്സിലാക്കി. ബൈബിൾ പഠനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിന്റെ ആശയങ്ങൾ, കാര്യങ്ങൾ, അതുമായുള്ള സംവാദങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട്. വേദഗ്രന്ഥങ്ങൾ മനപ്പാടാക്കുക എന്ന് എന്റെ കുട്ടീനെ ഞാൻ ഋഗ്വേദം പഠിക്കാൻ പറഞ്ഞേക്കാണ്, മനപ്പാടാക്കാൻ പറഞ്ഞേക്കാണ്. ഇതാ ഋഗ്വേദം പൂർത്തിയായി വന്ന എന്റെ ശങ്കരന്റെ മോൻ സുരേന്ദ്രൻ ഇതാ എന്ന് പറഞ്ഞ ഒരു അവാർഡ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നാളെ ഉണ്ടാവുമോ അറിഞ്ഞുകൂടാ. എന്നാൽ ഖുർആനിന്റെ അത്ഭുതം അതല്ല. ഖുർആനിന്റെ അത്ഭുതം ഒരു അത്ഭുതം തന്നെ. ഇനി ഖുർആനിന്റെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ നോഹാ പ്രവാചകൻ കുടിക്കുന്നു, മത്താകുന്നു, അദ്ദേഹത്തിന് ഉടുതുണി ഉരിഞ്ഞു പോകുന്നു, എന്നിട്ട് നഗ്നനായി അദ്ദേഹം കിടക്കുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ റിവേഴ്സിൽ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ബാപ്പാന്റെ നഗ്നത മൂടിക്കൊടുക്കുന്നു. ലോകത്ത് ധാർമ്മികത പഠിപ്പിക്കാൻ വന്നൊരു പ്രവാചകൻ മദ്യപിച്ച് ബോധമില്ലാതെ ഉടുതുണി ഉരിഞ്ഞു പോയി എന്നാണ് ബൈബിളിലുള്ളത്. ലോത്താ പ്രവാചകൻ 2 പെൺകുട്ടികളുമായി രമിക്കുകയും അവർക്ക് ഗർഭധാരണം ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് ബൈബിളിലുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം മദ്യമാക്കി കുടിപ്പിച്ച് മുമ്പ് കുടിച്ച മദ്യത്തെക്കാളും ലഹരിയുള്ള മദ്യമായിരുന്നു യേശുക്രിസ്തു വിതരണം ചെയ്തതെന്നാണ് ഒന്നാമത്തെ അത്ഭുതം. വിശുദ്ധ ഖുർആനിന്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്, അത്ഭുതകരമായ ഒരു കാര്യം നിങ്ങളൊക്കെ, മുഹമ്മദ് നബി എന്ന ഖുർആനിലെ 4 സ്ഥലത്തേ ഉള്ളൂ. അഹമ്മദ് എന്നോട് കുട്ടിയെ 5 സ്ഥലത്ത് പ്രവാചകൻ ഉദ്ദേശിച്ച് ഖുർആൻ പരാമർശിച്ചു. 34-ലധികം സ്ഥലത്താണ് ഈസാ നബിയെ മസീഹ് ഈസ എന്നും ഈസബിനെ മറിയം എന്നും മൊത്തത്തിൽ 34 തവണ ഖുർആനിൽ ആ പേര് വന്നു. അതെ, ഈ മഹാനായ മൂസാ നബിയുടേതോ 150-ലധികം തവണ മൂസാ നബിയുടെ പേര് വന്നു. മറിയം ബീവിയുടെ പേര് 34 സ്ഥലത്ത് ഖുർആൻ പരാമർശിച്ചു.
ഖുർആൻ സത്യത്തെ നോക്കിക്കാണുകയും സത്യത്തിന് വേണ്ടി സംസാരിക്കുകയും പക്ഷപാതിത്വമില്ലാതെ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ ഒരു പക്ഷപാത ഗ്രന്ഥമല്ല എന്നുള്ളതാണ്. ഖുർആൻ ജൂതന്മാരെ വിമർശിക്കുമ്പോൾ പോലും യാഥാർത്ഥ്യങ്ങളെ സൂക്ഷ്മമായി പഠിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. ജൂതന്റെ ചില ഗുണങ്ങളെപ്പോലും പരാമർശിക്കുന്നിടത്ത് ഖുർആൻ യാതൊരു നിലക്കും ഒരു നീതി നിഷേധത്തിന്റെ സ്വഭാവം കാണിച്ചിട്ടില്ല. ഖുർആനിനെ മുന്നിൽ വെച്ച് ഇതര വേദങ്ങൾ നമ്മൾ പഠിച്ചാൽ, ഇപ്പൊ മനുസ്മൃതിയുടെ 1-ാമത്തെ അധ്യായം വായിച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല. 1-ാമത്തെ അധ്യായം വെച്ച് 100-ാമത്തെ വചനത്തിൽ എത്തുമ്പോഴേ നമ്മൾ കാണുന്ന എന്താ? ബ്രാഹ്മണനാണ് ശൂദ്രനേക്കാൾ ശ്രേഷ്ഠൻ എന്നാണ്. നേരെ ഖുർആൻ വായിച്ച നമ്മൾ കാണുന്നതോ വെളുത്തവന് കറുത്തവനേക്കാളും കറുത്തവന് വെളുത്തവനേക്കാളും ഒന്നും ഒരു പ്രത്യേകതയില്ല. ഇല്ലാബിത്തക്വ, സൂക്ഷ്മത കൊണ്ടല്ലാതെ എന്ന് നമ്മൾ കാണുന്നത്. അതാണ് ഖുർആനിനെ പഠിക്കാൻ. QHLS എന്ന് പറയുന്നത് എന്താ? ഖുർആനും സുന്നത്തും നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുക എന്നാണ്. അപ്പൊ നമ്മുടെ ഭവനം QHLSന്റെ ഖുർആൻ ഹദീസിന്റെ കേന്ദ്രമാണെന്ന പടച്ചോൻ തന്നെ പറയുന്നത് സൂറത്ത് അഹ്സാബിലെ 34-ൽ. ആ മദീനയുടെ താഴ്വരയിൽ ഖുർആനിന്റെ മൂളക്കം ആ നാട് മുഴുവനും കേട്ടുന്നാണ്. ഖുർആൻ ഓതുന്നത് ജനങ്ങൾ, ഖുർആൻ ജീവൽഗന്ധിയാക്കി മാറ്റുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖമറിലെ 17, 22, 32, 40 ഒരേ ആയത്ത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഖുർആൻ എളുപ്പമാണ്. നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറുണ്ടോ? പഠിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നു. എല്ലാ ജനങ്ങൾക്കും ദീന് പഠിക്കാനുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് സെന്റർ. സുഹൃത്തുക്കളെ, ഇതിലൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂടെയുള്ള ഒരു ഗ്രന്ഥം, നമ്മുടെ ജീവൽഗന്ധിയാക്കി മാറ്റേണ്ട ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ പഠനവും ആ ഗ്രന്ഥത്തിന്റെ പ്രയോഗവൽക്കരണവും എന്തുകൊണ്ട് നടക്കാതെ പോകുന്നു? ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കണം, നമുക്ക് ഖുർആനുമായുള്ള ബന്ധം എന്താണ്? നബിയേ, ഖുർആനിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞവർ ഒരു ഇടുങ്ങിയ ജീവിതമായിരിക്കും ലോകത്ത്. അന്ധരായിട്ടാണ് അവർ പരലോകത്ത് വരിക. സൂറത്ത് ത്വാഹയിലെ 124-ാമത്തെ വചനമാണ്. ഫദക്കിർ ബിൽ ഖുർആനി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റസൂലെ, ഖുർആൻ കൊണ്ട് താങ്കൾ അവരെ ഉത്ബോധിപ്പിച്ചു. അള്ളാഹിനെ ഭയപ്പെടുന്നവർക്ക് അത് ഉപകാരപ്പെട്ടേക്കാം. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ജനതയുടെ രൂപവൽക്കരണത്തിന് വേണ്ടിയുള്ള ഈ മഹാധ്വാനം. നാളെ കരുനാഗപ്പള്ളിയിൽ നമ്മുടെ വിസ്റ്റമിന്റെ ഭാഗമായി മഹാസമ്മേളനം നടക്കുന്നു. ഇന്ന് ഇവിടെ നടക്കുന്നു. ഡിസംബർ 21-ന് നമ്മുടെ സ്റ്റേറ്റ് QHLS സംഗമം നടക്കുമ്പോൾ അതൊരു മഹാ ഖുർആൻ പഠിതാക്കളുടെ സമ്മേളനമായി മാറണമെങ്കിൽ അതിനൊരു അത്യുദ്ധാനം വേണം. പിന്നെ ഇതില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു മഹത്വം QHLSമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ. സഹോദരങ്ങളെ, വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂലി. കണ്ടോ, ഖുർആൻ പഠന സെന്റർ എത്രയോ സ്ഥലങ്ങൾ കാണാം അല്ലേ? ഖുർആൻ മാത്രം, ഖുർആൻ ലേണിംഗ് സെന്റർ QLS. എന്തുകൊണ്ട് അവിടെ ഹദീസ് വിട്ടുപോയി? നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂലി. ഒരു ലേണിംഗ് സെന്റർ തുടങ്ങി. നമ്മൾ വിളിക്കുകയാണ്, വരൂ, ഖുർആനിലേക്കും ഹദീസ് പഠനത്തിലേക്കും വരൂ. നോക്ക്, സൂറത്ത് മാഇദയുടെ 104-ാമത്തെ വചനമാണ്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരൂ എന്നവരോട് പറയപ്പെട്ടാൽ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. സൂറത്ത് 8-ാം അധ്യായം അൻഫാലിലെ 24-ാമത്തെ. അവിടെ എന്താ പറഞ്ഞത്? അള്ളയും റസൂലും വിളിക്കുന്നതിലേക്ക് വരീൻ. സൂറത്ത് നൂറിലോ 47 മുതൽ 54 വരെയുള്ള വചനം അവിടെയും പറയുന്നത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരീൻ. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ഹദീസ് ലേണിംഗ് റിസർച്ച് സെന്റർ. അതാണ് ഖുർആനും അതോടൊപ്പം ഹദീസ് വ്യാഖ്യാനവും വിശദീകരണവും പഠിച്ച് ഖുർആൻ സ്വീകരിച്ച് നെഞ്ചിലേറ്റിയ ഒരു ജനതയാവും. അതുകൊണ്ട് സൂറത്ത് ഫാത്തിറിൽ ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഫാത്തിർ 35-ാം അധ്യായമാണ്, 29-ാമത്തെ വചനം. അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വ അഖാമുസ്സലാ വ അൻഫിഖൂ മിമ്മാ റസഖനാഹും സിർറൻ വ അലാനിയ. അല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് നിരന്തരമായി വായിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതെന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ. വല്ലാത്തൊരു പ്രയോഗമാണ്. അവർ നല്ലൊരു കച്ചവടത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത്. ആ ഒരു മഹാ കച്ചവടത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്.
ഖുർആനും ഹദീസും നിരന്തരമായി പഠിച്ച് അതിൻ്റെ അനുയായികളായി അത് ജീവൽഗന്ധിയാക്കി മാറ്റാൻ നിരന്തരമായ ദഅവത്ത്, അതായത് അണമുറിയാത്ത പ്രവാഹമായി ജീവവായു എത്ര പ്രാധാന്യമാണോ അത്ര പ്രധാനമാണ് ജനങ്ങളെ ഇന്നത്തെ ദഅവത്ത്. നമുക്ക് നല്ല ചാൻസാണ്. ഒരുപാട് കാര്യങ്ങൾ സലീംക്ക് അവിടെ പറഞ്ഞു, രണ്ടാളുകളും പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വേഷവിധാനത്തെക്കുറിച്ച് ആധുനിക ലോകത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ നല്ലൊരു അവസരം ഉണ്ടായി. എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടായി തരുന്നു. ഓരോ വിഷയങ്ങൾ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അനുകൂലമാണ്. ഒരു വിഷ്ടം പ്രഖ്യാപിച്ച ആ സമയത്ത് ജപ്പാനിലേക്ക് പ്രധാനമന്ത്രിനെ അള്ള കൊണ്ടുപോയില്ലേ? അവിടെ അദ്ദേഹം ഗീത കൊടുത്തില്ലേ? ഇവിടെ നമ്മളൊരു ഖുർആൻ കൊടുത്തൊരു വീട്ടിൽ കയറുമ്പോൾ ഇത് പറ്റൂലടാന്ന് ഇനി അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അല്ലാത്തവർക്ക് ഇനി പറയാൻ പറ്റുമോ? പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയുടെ ബാക്കി ഭാഗം ഞങ്ങൾ ചെയ്യുന്നു. CP സലീം ഖാനോട് കടപ്പാട്. ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തം അതാണ്. ഏത് ദൈവത്തിന്റെ സാധ്യതകളെയും ഉണ്ടാക്കി ജനങ്ങൾക്കിടയിലേക്ക് നമ്മൾ ചെല്ലാൻ. പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഇങ്ങനെ രാത്രി ഒരു പ്രസംഗം കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്താ ഈ അസമയത്ത് എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഈ താടി? ഞാൻ ചോദിച്ചു, സാറെന്താ താടി പഠിച്ച്? എന്നോട് പറഞ്ഞത് പോലീസ് നിയമമാണ്, ഇത് ഇസ്ലാമിന്റെ നിയമമാണ് സർ. പോലീസ് നിയമം നിങ്ങൾക്ക് നടപ്പാക്കാമെങ്കിൽ വേറൊരു നിയമം എനിക്ക് നടപ്പാക്കിക്കൂടെ? അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ അപ്പൊ നരിയാന്റെ മുകളിൽ തുണി എടുത്ത് സാറെന്താ ഷൂവിന്റെ മേലെ ഈ പിന്നെ നിങ്ങളുടെ പാൻസ് ഇട്ട്? അത് പോലീസ് നിയമമാണ്, ഇത് ഇസ്ലാമിന്റെ നിയമമാണ് സർ എന്ന് പറഞ്ഞപ്പോ അയാൾക്കത് ക്ലിക്കായി. സത്യത്തിൽ അയാൾ ആക്കി പറഞ്ഞു എന്നില്ല, അയാൾക്കത് ബോധ്യായി. എന്തൊരു കാര്യം നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ ലളിതമായി ജനങ്ങൾക്കിടയിൽ നമുക്ക് കടന്നു ചെല്ലാം. ഈ കഴിഞ്ഞ ദിവസം ട്രെയിൻ യാത്രക്കിടയിൽ ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ ദൈവവിശ്വാസിയാണോ? അയാൾ ചിരിക്കാതെ എൻ്റെ മുമ്പിൽ കുറേ സമയം ഇരുന്നപ്പോൾ ഞാൻ അയാളോട് ഒരുപാട് തവണ ചിരിച്ച് അയാളെ ചിരിപ്പിച്ച് അയാളെ വർത്താനമൊക്കെ പറയിപ്പിച്ച് ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ദൈവവിശ്വാസിയാണോ? അയാൾ പറഞ്ഞു, ഞാൻ ദൈവവിശ്വാസിയാണ്. ആണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു ദൈവവിശ്വാസിയാണ്. നിങ്ങളെയും എന്നെയും ലോകത്തെയും ആകാശഭൂമികളെയും സർവചരാചരങ്ങളെയും അചേതന സചേതന വസ്തുക്കളെയും എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് അതിനെ സംഹരിക്കുന്ന പരാശക്തി ആരോ അവനെയാണ് ഞാൻ അള്ളാഹു എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങളുടെ ദൈവവിശ്വാസം പറഞ്ഞോളിയാണ്. അപ്പോൾ എന്നോട് എനിക്ക് പറയാനില്ല, ഞാൻ ഒരു ലോക്കൽ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. എനിക്ക് അപ്പുറത്തേക്ക് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥനെ കുറിച്ചൊന്നുള്ളൊരു അറിവില്ല. എത്ര സിമ്പിളായിട്ട് അയാൾക്ക് മനസ്സിലായി. അതിന് 1 മിനിറ്റ് മതി. നമ്മളിങ്ങനെ വലിയ കെട്ടുമാറാപ്പും കേസറ്റും ഒന്നും ആയിട്ട് പോകേണ്ടയില്ല. അങ്ങോട്ട് കയറി ചെന്ന് മാധവട്ട ഈ ആകാശവും ഭൂമി ശ്രീരാമന് മുമ്പേ ഉണ്ടോ? ഉണ്ട്. ഗുരുവായൂരപ്പന് മുമ്പേ ഉണ്ടോ? ഉണ്ട്. മനുഷ്യനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടോ? ഉണ്ട്. മാധവട്ട അതാരാ ഉണ്ടാക്കി? കഴിഞ്ഞ കഥ അയാളെ കഥ കഴിഞ്ഞില്ലേ? അത്ര സിമ്പിളാണ് അള്ളാന്റെ ദീൻ. ഒരു ക്രിസ്ത്യാനെ കണ്ടിട്ട് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് കന്യാമറിയം ഉണ്ടല്ലേ? കന്യാമറിയമ്മന്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അതിന് മുമ്പ് കുറെ പ്രവാചകന്മാരുണ്ടായിരുന്നില്ലേ? അതിന് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നില്ല? ആദാമും ഹവ്വ ഉണ്ടായിരുന്നില്ലേ? അതിന് മുമ്പേ ആകാശമുണ്ട്, ഉണ്ട്, ഭൂമിയുണ്ട്. അപ്പൊ ആ ആകാശഭൂമികളൊക്കെ നിയന്ത്രിച്ച് ജീസസ് ക്രൈസ്റ്റ് വരുന്നത് വരെ ആകാശഭൂമികളെ നിയന്ത്രിച്ചവരല്ലേ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് ആണ്, ബാക്കിയുള്ളവരൊക്കെ ആരാധിച്ച് ആണ്. അപ്പൊ ഇടക്കാലത്ത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആ ദൈവം വിശ്രമിക്കുകയും വേറൊരാൾ ഈ പണി ഏൽപ്പിച്ചാണോ എന്നൊരു ചേട്ടനോട് ഞാൻ ചോദിച്ചാണ്. നിങ്ങൾ ചോദിച്ചാൽ മതി. ഓനെ സംബന്ധിച്ചിടത്തോളം ഓൻ ബേജാറായി. വേറൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, ഒരർത്ഥത്തിൽ നിങ്ങൾ കഴിച്ചിലായതാണ്. ഒരു ക്രിസ്ത്യൻ, എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ക്രിസ്ത്യാനോട്. അപ്പൊ ചോദിച്ചാൽ എന്താ? യേശു ക്രിസ്തുവിനെ ജൂതന്മാര് കുരിശിലേറ്റിയോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട് കട്ടിൽ കിടത്തി ആണി അടിച്ചെങ്കിൽ കട്ടിൽ കത്തിലിടേണ്ടി വരികയായിരുന്നോ എന്ന് ചോദിച്ചു. അയാൾക്ക് അത് മനസ്സിലായി. അപ്പൊ നമുക്ക് വ്യക്തിപരമായ ഒരാളെ കിട്ടും അതൊക്കെ പറയാം. ഏത് വിധേനയാണോ ഇസ്ലാം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക അത് വളരെ ലളിതമായി മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാം. ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയ വെറൊരു ചോദ്യം, 60 കൊല്ലം വായു ശ്വസിച്ചിട്ട് പടച്ചോൻ പൈസ വാങ്ങിയോ? ഏതെങ്കിലും ഒരു ദൂതൻ അയച്ചോ? വെന്റിലേറ്ററിൽ കിടത്തി ഓക്സിജൻ കൃത്രിമമായിട്ട് തന്നാൽ എത്ര ബില്ല് വരും എന്നൊരൊറ്റ ചോദ്യമാണ് റിട്ടയർഡ് എഞ്ചിനീയർക്ക് എറണാകുളത്തുനിന്ന് ഇസ്ലാമിലേക്ക് പ്രവേശനം ഉണ്ടായത്. ഒക്കെ പടച്ചോൻ ചെയ്തിരുന്നൊരു നിയമത്താണ്. അതുകൊണ്ട് നമ്മൾ മഹാദേവത്തിന്റെ പാതയിൽ മുന്നോട്ട് പോവുക. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ പ്രോഫ്കോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ മഹാസമ്മേളനം ഇനി വരാൻ പോണത് കാസർഗോഡ് വെച്ചാണ്. നമ്മുടെ വരുന്ന ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ കാസർഗോഡാണ് പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ. അതിനുള്ള എല്ലാ ഒരുക്കവും ഇപ്പോഴേ ഒരു മഹാസംഭവം പോലെ
നമുക്ക് സത്യം ഒരു ഹജ്ജ് പെരുന്നാൾ പോലെ മനുഷ്യന്റെ മനസ്സിൽ, യുവാക്കളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ പ്രോഫ്കോൺ. അത്രയും ആവേശം ഹിദായത്തിന്റെ. ഇപ്പൊ ഇന്നലെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ ഖുതുബക്ക് ചെന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് എന്നോട് പരിചയപ്പെട്ടു. ഞാൻ ഇന്ന പ്രോഫ്കോണിന്റെ പ്രൊഡക്ഷനാണ്, ഞാൻ ആ പ്രോഫ്കോണിലാട്ടോ മാറിയത്, മനുഷ്യനായത് ഞാൻ ആ പ്രോഫ്കോണിലാണ് പറഞ്ഞൊരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ, നല്ല സുമുഖനായ ഒരു പയ്യൻ. അങ്ങനെ എത്ര ആളുകൾ മാമൻ മാപ്പിള ഹാളിൽ പ്രസംഗം കഴിഞ്ഞ ഹാരിസ് ബിൻ സലീമിന്റെയും 2 പ്രസംഗങ്ങളോ 3 പ്രസംഗങ്ങൾ കഴിഞ്ഞ് ആ പ്രസംഗ സദസ്സിൽ വരുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളായ 4 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അവരുടെ ബാഗിൽ വിദേശ മദ്യവും വെച്ചിട്ടായിരുന്നു വന്ന്. ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വന്ന്. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നേക്കുമായി ആ മദ്യത്തോട് അവർ വിട പറഞ്ഞു. ഇത് സാധിക്കുന്ന ഒരു വിപ്ലവകരമായ പരിവർത്തനമാണ് പ്രോഫ്കോൺ എങ്കിൽ സുഹൃത്തുക്കളെ, അത് അള്ളാന്റെ തീരുമാനമാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും ഈ ഭൂമിയിൽ. അത് നടത്താൻ നമ്മളില്ലാണ്ടാവുമ്പോൾ വേറെ ടീമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. സൂറത്ത് മാഇദ 54-ാമത്തെ വചനം. പിന്നെ നമ്മുടെ ഐസക് ഈ നവംബർ 23 കിണവക്കലിൽ വെച്ച് നടക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സമ്മേളനം. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നിരന്തരമായ പ്രബോധന ബോധയിലാണ് നമ്മൾ. സ്വയം ശുദ്ധീകരണവും പ്രബോധനവും. അതാണ് പ്രബോധനം വേറെ, തർബിയത്തും തസ്കിയത്തും വേറെ. ഇതൊക്കെ തർബിയത്തും തസ്കിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദഅവത്ത് എന്നാൽ എല്ലാറ്റിലും ഉണ്ട് ദഅവത്ത്. ഒരു നോട്ടത്തിൽ പോലും ഉണ്ട് ദഅവത്ത്. ഒരാൾക്ക് മര്യാദയ്ക്ക് കൈ കൊടുക്കണതിൽ പോലും ചിലപ്പോൾ ദഅവത്ത് ഉണ്ടാവും. അതെന്താ? ആ നല്ല കൈയ്യടുപ്പ് പിടിക്കുമ്പോൾ തന്നെ ആളെ മനസ്സിൽ ആള് തരക്കേടില്ല, നല്ലൊരു മനുഷ്യൻ എന്ന ഒരു ചിന്ത. അതുവഴി ഒക്കെ പഠിക്കാൻ ഒരു പ്രചോദനം ഉണ്ടാവും. കണ്ണൂർ ടൗണിൽ ഒരു കല്യാണം നടന്നിട്ട് ആ വലിയ പൈസക്കാരനായ മുസ്ലിം മുതലാളി ആ നാട്ടിൽ ഏറ്റവും താഴേക്കടയിലുള്ള ജാതിക്കാരനെ കെട്ടിപ്പിടിച്ചപ്പോ അയാളെ മനസ്സിൽ അത് അടങ്ങാത്തൊരു സംഭവമായി തീർന്നു. ഏത്? ഒരു വലിയ പൈസക്കാരൻ, ധനാഢ്യൻ, സുമുഖൻ, ഉന്നത കുലജാതൻ, അങ്ങേയറ്റത്തെ താഴെയുള്ള ഒരാൾ കല്യാണം ക്ഷണിച്ചിട്ട് അയാൾ വരുമ്പോൾ അയാളെ കെട്ടിപ്പിടിച്ചതാണ്. അയാൾക്ക് ഇസ്ലാം കിട്ടി ഒറ്റ കെട്ടിപ്പിടുത്തത്തിലൂടെ. എന്തേ? അയാളെ മനസ്സിലെ സ്വാധീനിച്ചു. ലജ്നത്തു ദായിമ ദൈവത്തിന്റെ ഫലായിൽ പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഒരു നോട്ടം പോലും ചിലപ്പോൾ ദൈവത്തായി തീരും. റസൂലുള്ളാഹ് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു ജൂത പണ്ഡിതൻ ഇസ്ലാം സ്വീകരിച്ച ചരിത്രം പറയുന്നിടത്ത് എന്താ ഉള്ളത്? നബീന്റെ കോളറയും കുതക്കലും കൂടെ കൂട്ടിപ്പിടിച്ചു അയാള്. നബിക്ക് കുറച്ച് പൈസ കൊടുത്ത് 800 ദീനാറോ ദിർഹം കൊടുത്തിരുന്നു. അത് കൊടുക്കേണ്ടതിന്റെ 2 ദിവസം മുമ്പ് നബി ചെന്നിട്ട് കൂട്ടി നബീനെ ഇങ്ങനെ പിടിച്ചു. എന്ന് പറഞ്ഞ് ഈ ഖുറൈശികൾ പൈസ തരില്ല, മര്യാദ ഇല്ലാത്തവരാണ്, എന്താ പൈസ തരാത്തതെന്നൊക്കെ ചോദിച്ചു. നബീനെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. ആ സമയത്ത് നബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു നോക്കിയത്, അയാൾ പറയാണ് അതെനിക്ക് ഹിദായത്തിന് വഴിയായി. ആ നോട്ടം റസൂലുള്ളാഹ് ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു നോക്കിയത് എനിക്ക് ഹിദായത്തിന് വെളിച്ചമായി. ചരിത്രം അപാരമാണ്. എനിക്ക് വിശ്വാസികളായ ഈ കൂട്ടായ്മയോടും ഇവിടെ ഉള്ളവരോടും പിന്നെ സംഘാടകരോടും നമ്മളോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ നന്നാവുകയും നമ്മൾ പരിവർത്തിതമാവുകയും നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുകയും എല്ലാം ചെയ്യേണ്ട ഒരു മഹാസംരംഭത്തിലാണ് നമ്മൾ. ഇതൊരു പ്രഖ്യാപനമാണ്. എനിക്ക് ഡിസംബർ 21 നടക്കാൻ പോവുകയാണ്. അതിലേക്കുള്ള മുന്നൊരുക്കങ്ങളുമായി മനസ്സുമായി പ്രാർത്ഥനയോടുകൂടി. അജണ്ടകളില്ലാത്തൊരു ടീമല്ല നമ്മൾ. അജണ്ടകളില്ലാത്തത് കൊണ്ട് പറഞ്ഞു തന്നെ പറഞ്ഞ് കാലം കഴിക്കുന്ന ഒരു ടീമല്ല നമ്മൾ. നമ്മുടെ മുമ്പിൽ മഹാ അജണ്ടകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കുമല്ല, ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നമ്മൾ ഇസ്ലാമാകുന്ന വിഭവത്തെ കയറ്റി അയക്കുക തന്നെയാണ്. ഡേവിഡ് മൂസ പിറ്റ്കോക്ക് എറണാകുളം സമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്കോർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഡേവിഡ് മൂസ പിറ്റ്കോക്ക് ധനശാസ്ത്ര രംഗത്ത് ശ്രദ്ധിച്ചിട്ടുള്ള മഹാപണ്ഡിത കേസരിയാണ്, ലോകപ്രസിദ്ധനാണ്. അദ്ദേഹം ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്ക്, ഒരു നല്ല ഉൽപ്പന്നത്തെ ഒരു ചീത്ത സെയിൽസ്മാന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഒരു നല്ല മതത്തെ ചീത്ത സെയിൽസ്മാന്മാരായ മുസ്ലിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഡേവിഡ് മൂസ പിറ്റ്കോക്ക് എന്ന് പറഞ്ഞ്. നല്ലൊരു വാചകമാണ്. മഹത്തായ ഇസ്ലാമിനെ അത് ഏറ്റെടുത്തവരാണ് നമ്മളെന്ന ബോധ്യവും അത് നമ്മളിലൂടെയാണ് ജനങ്ങൾക്ക് കിട്ടേണ്ടത് എന്ന ബോധ്യവും നമുക്കുണ്ടാവുക. സർവശക്തനായ പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വിസ്മയിപ്പിക്കുന്ന ഈ മഹാഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും സന്നദ്ധത കാണിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.